السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നാം വായിച്ചുകൊണ്ടിരിക്കുന്ന കിതാബ് ബുലൂഗുൽ മറാം, അതിൻ്റെ കിതാബുൽ ജാമിഇലെ 4-ാമത്തെ അധ്യായം, അതാണ് ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ വായിക്കാനുള്ളത്. ബാബു തർഹീബി മിൻ മസാവിഇൽ അഖ്ലാഖ് എന്നാണ് ഈ അധ്യായത്തിന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് പേര് നൽകിയിട്ടുള്ളത്. ബാബു തർഹീബി മിൻ മസാവിഇൽ അഖ്ലാഖ്, വളരെ മോശപ്പെട്ട സ്വഭാവ ഗുണങ്ങളിൽ നിന്നും ഒരാൾ വിട്ടു നിൽക്കാൻ അയാൾക്ക് ഭയമുണ്ടാക്കുന്ന, അയാളെ പേടിപ്പിക്കേണ്ടതായ ഹദീസുകളാണ് ഈ അധ്യായത്തിൽ അദ്ദേഹം സമാഹരിച്ചിട്ടുള്ളത്. ഇതിന് തൊട്ടു ശേഷമുള്ള 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു കിതാബുൽ ജാമിഇൽ 6 അധ്യായങ്ങളുണ്ട് എന്ന് ആമുഖ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് തൊട്ടു ശേഷമുള്ള അധ്യായത്തിൽ ബാബു തർഗീബി മിൻ മകാരിമിൽ അഖ്ലാഖാണ്. വളരെ ഉന്നതമായ ശ്രേഷ്ഠ ഗുണങ്ങൾ, അത് നമ്മൾക്ക് സ്വീകരിക്കാൻ, അതിനോട് നമുക്ക് ആഗ്രഹമുണ്ടാക്കുന്ന ഹദീസുകളാണ് അദ്ദേഹം ശേഷം കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. നരകത്തിൽ നിന്നും രക്ഷപ്പെടേണ്ടതായ, അവൻ പേടിക്കേണ്ടതായ ഒരുപാട് സ്വഭാവ ഗുണങ്ങളുണ്ട്, ദുർഗുണങ്ങളുണ്ട്. അതവൻ പേടിച്ചുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുക തന്നെ വേണം. ഈ അധ്യായത്തിൽ അതുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ്. അതുപോലെ അവനിൽ ഇല്ലാത്ത, അവൻ സ്വായത്തമാക്കേണ്ട ഒരുപാട് സൽഗുണങ്ങളുമുണ്ട്. ആ കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് അടുത്ത അധ്യായത്തിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. ഈ അധ്യായം മനസ്സിലാക്കിയതുപോലെ ബാബു തർഹീബി മിൻ മസാവിൽ അഖ്ലാഖ്, വളരെ മോശപ്പെട്ട സ്വഭാവ ഗുണങ്ങളിൽ നിന്നും നമ്മെ അകറ്റാൻ സഹായകമാകുന്ന, റഹബത്ത് ഉണ്ടാക്കുന്ന, ഒരു പേടി ഉണ്ടാക്കുന്ന ഹദീസുകളാണ് ഈ അധ്യായത്തിലുള്ളത്. ഇന്ന് നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുള്ള ഹദീസുകൾ നിങ്ങൾ കാണാൻ സാധിക്കും. 9 മുതൽ 13 വരെ നമ്പർ കൊടുത്തിട്ടുള്ള ഈ ഹദീസുകൾ, ഈ ഓരോ ഹദീസും സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിർബന്ധമായും നമ്മിൽ നിന്നും ഒഴിവാക്കേണ്ടതായ വളരെ മോശപ്പെട്ട ഗുണങ്ങളെ കുറിച്ചിട്ടാണ്. അതിലെ ചില കാര്യങ്ങൾ അത് നമ്മളിൽ ഉണ്ടായാൽ നമ്മുടെ അമലുകൾ മുഴുവനും അത് ബാത്തിലാക്കി കളയും. ഈ 5 ഹദീസുകളിൽ അവസാനത്തെ ഹദീസ് ലോകമാന്യവുമായി ബന്ധപ്പെട്ട ഹദീസാണ്. അത് ഒരാളിൽ ഉണ്ടായാൽ അയാളുടെ അമലുകൾ മൊത്തം ബാത്തിലാകുന്ന കാര്യമായിരിക്കും അതുണ്ടാക്കുക. ചില പ്രവർത്തനങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ നാളെ ഖിയാമത്ത് നാളിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിലേക്ക് എത്തുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടതായി തീരുന്ന, മറ്റാർക്കെങ്കിലും എടുത്തു കൊടുക്കുന്ന രൂപത്തിൽ അതില്ലാതായി തീരുന്ന കാര്യങ്ങളായി തീരും. ദുൽമിനെ കുറിച്ച് പറയുന്ന, അക്രമത്തെക്കുറിച്ച് പറയുന്ന 2 ഹദീസുകളാണ് 11-ാമത്തെയും 12-ാമത്തെയും ഹദീസുകൾ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനു മുമ്പുള്ളത് നമ്മളൊക്കെ പരീക്ഷിക്കപ്പെടുന്ന ദേഷ്യം എന്ന് പറയുന്ന വളരെ മോശപ്പെട്ട ഒരു ദുർഗുണം, അതിനെ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് എന്നറിയിക്കുന്ന ഒരു ഹദീസാണ്. 1-ാമതായി നമ്മൾ വായിക്കേണ്ട ഹദീസ് അസൂയയെക്കുറിച്ചിട്ടാണ്. നന്മകളെ കാർന്ന് തിന്നുന്നൊരു രോഗമാണ് അസൂയ എന്ന് പറയുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതിനെ കുറിച്ചിട്ടാണ് 1-ാമത്തെ ഹദീസ്. ആ ഹദീസുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വായിക്കാം. വളരെ പ്രാധാന്യമുള്ള ഹദീസുകളാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ ഓരോരുത്തർക്കും ചെറുതോ വലുതോ ആയ രൂപത്തിൽ ഈ ദുർഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആദ്യം നമ്മുടെ നഫ്സിനെ നന്നാക്കണമെന്നുള്ള വലിയൊരു നീയത്തുണ്ടായാൽ, അള്ളാഹുവിനോടുള്ളൊരു തേട്ടമുണ്ടായാൽ ഇൻഷാ അല്ലാഹ് ഈ ഹദീസുകൾ നമുക്ക് പരലോകത്ത് വലിയ ഉപകരിക്കുന്ന ഒരു കാര്യമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഈ ഹദീസുകൾ നമുക്ക് സാക്ഷി പറയുന്ന, നമുക്കെതിരെ സാക്ഷി പറയാത്തതാക്കി തീർക്കുമാറാകട്ടെ. ഒന്നാമത്തെ ഹദീസ്, അൻ അബി ഹുറൈറത
റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറയാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാകും വൽ ഹസദ്, നിങ്ങൾ അസൂയയെ സൂക്ഷിക്കുക. ഫഇന്നൽ ഹസദ യഅകുലുൽ ഹസനാത്ത് കമാ തഅകുലുൻ നാറുൽ ഹതബ്, കാരണം അസൂയ തിന്മകളെ തിന്നുകളയുന്നതാണ്. എപ്രകാരം തീ വിറകുകളെ തിന്നു കരിക്കുന്നുവോ അതുപോലെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അഖ്റജഹു അബൂ ദാവൂദ് വൽ ഇബ്നു മാജ മിൻ ഹദീസ് അനസ് നഹു. ഇബ്നു മാജയും അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും സമാനമായ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇയ്യാക്കും എന്ന് പറയുന്നത് അറബി ഭാഷയിലെ ഒരു പ്രയോഗമാണ്. ഉഹദ്ദിറുക്കും, നിങ്ങളെ താക്കീത് ചെയ്യുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉഹദ്ദിറുക്കും അൽ ഹസദ്, അസൂയ നിങ്ങളിൽ ഉണ്ടാകുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുകയാണ്. നമ്മളിൽ അസൂയ ഒരംശം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. എന്താണ് അൽ ഹസദ്, അസൂയ എന്ന് പറയുന്നത്? പണ്ഡിതന്മാർ പറയാറുള്ളത്, വിശദീകരിക്കാറുള്ളത് അതെന്താണെന്ന് വെച്ചാൽ, ഹുവ അൻ യതമന്നൽ ഇൻസാൻ, ഒരു മനുഷ്യൻ ആഗ്രഹിക്കും, അൻ യുസീൽ അല്ലാഹു നിഅമത അൻ ഗൈരിഹി, മറ്റൊരാളിൽ അള്ളാഹു നൽകിയ അനുഗ്രഹം അവനിൽ നിന്നും നീക്കിക്കളയണം എന്ന് ആഗ്രഹിക്കലാണ്. അസൂയ എന്ന് പറഞ്ഞാൽ അതാണ്. അത് ചില സമയത്ത് മറ്റൊരാളിൽ നിന്നും നീക്കുക എന്നത് മാത്രമായിരിക്കും അവന്റെ ആഗ്രഹം. വേറെ ചില ഘട്ടങ്ങളിൽ അത് നീക്കിയിട്ട് എന്നിലേക്ക് എത്തണം എന്ന ആഗ്രഹവും ചില ആളുകൾക്കുണ്ടാകും. വേറെ ചില ആളുകൾക്ക് അവനിൽ നിന്ന് നീങ്ങിയിട്ട് മറ്റൊരാൾക്ക് കിട്ടിയാൽ മതി, എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും സാരില്ല, അങ്ങനെയുള്ള രൂപത്തിലുള്ളതും ഉണ്ടാകും. ഇത് മൂന്നും സഹോദരങ്ങളെ അസൂയയാണ്. പണ്ഡിതന്മാർ അങ്ങനെയാണ് അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അസൂയയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹത്തിന് അംറാദുൽ ഖുലൂബി വ ശിഫാഉഹ, ഹൃദയത്തിന്റെ രോഗങ്ങളും അതിന്റെ ശമനവും എന്ന പേരിലുള്ള അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത്, അൽ ഹസദ്, അസൂയ എന്ന് പറയുന്നത് അത് കറാഹത്തു നിഅമത്തില്ലാഹി അലൽ ഗൈർ, മറ്റൊരാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതിനോട് നിനക്കുള്ള വെറുപ്പാണ്. അതാണ് അസൂയ എന്ന് പറയുന്നത്. അപ്പം അത് നിസ്സാരമായ ഒരു കാര്യമല്ല. നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. നമുക്കില്ലാത്ത ഒരു നല്ലൊരു കാര്യം, അതേത് വിഷയത്തിലാകട്ടെ, നമുക്കില്ലാത്ത നല്ലൊരു കാര്യം അത് മറ്റൊരാളിൽ ഉണ്ടായാൽ അതെങ്ങനെയെങ്കിലും ഒക്കെ അയാളിൽ നിന്ന് നീങ്ങിപ്പോകണം എന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. അവൻ അറിഞ്ഞോ അറിയാതെ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിൻ്റെ ആ നിഅമത്ത് അവനിൽ നിന്നും അത് നീങ്ങിപ്പോകണമെന്നാണ്. മുകളിൽ പറഞ്ഞതുപോലെ ചിലപ്പോൾ അത് എനിക്ക് കിട്ടണമെന്നായിരിക്കും ആഗ്രഹിക്കുക, ചിലപ്പോൾ അത് അവനിൽ നിന്നും നീങ്ങി കിട്ടിയാൽ മതി, അപ്പോൾ ഇവൻ സമാധാനമാണ്. ചിലപ്പോൾ അത് നീങ്ങി മറ്റൊരാളിലേക്ക് എത്തുന്നത് അതിൽ ഇവൻ തൃപ്തിപ്പെടും. ഇന്നയാൾക്ക് ഉണ്ടാകാൻ പാടില്ല. ആരെയാണോ അവൻ അസൂയപ്പെടുന്നത്, ആരിലാണോ അസൂയപ്പെടുന്നത്, അയാൾക്കത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലാ തതമന്നൗ മാ ഫദ്ദലല്ലാഹു ബിഹി ബഅദകും അലാ ബഅദ്, നിങ്ങളിൽ ചിലരേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പ്രത്യേകതകളും ശ്രേഷ്ഠതകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾ ആഗ്രഹിക്കേണ്ടതില്ല, അത് നിങ്ങൾ കൊതിക്കേണ്ടതില്ല. ലിർരിജാലി നസീബും മിമ്മ ഇക്തസബു, പുരുഷന്മാർ അവർ സമ്പാദിച്ചത് അവർക്കുണ്ട്. വലിന്നിസാ നസീബും മിമ്മ ഇക്തസബ്ന, സ്ത്രീകൾക്കും അവരെന്താണോ സമ്പാദിച്ചത് അതുണ്ട്. വസ്അലുല്ലാഹ മിൻ ഫദ്ലിഹി, നിങ്ങൾ അള്ളാഹുവിനോട് അവന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ ചോദിക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുപോലെ യഹൂദന്മാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചില്ലേ, അം യഹ്സുദൂന അന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അം യഹ്സുദൂന അന്നാസ്, അവർ ജനങ്ങളോട് അസൂയ വെച്ച് പുലർത്തുകയാണോ, അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അല്ലാഹു അവന്റെ ഔദാര്യത്തിൽ നിന്നും കൊടുത്തതിനെ തൊട്ട് അതിൽ ജനങ്ങളോട് നിങ്ങൾ അസൂയ വെച്ച് പുലർത്തുകയാണോ? അത് അസൂയ എന്ന് പറയുന്നത് യഹൂദന്മാരുടെ ഒരു സ്വഭാവമാണത്. അവർക്ക് മക്കയിൽ ഉണ്ടായിരുന്ന ഖുറൈശികളുടെ അസൂയായിരുന്നു. അവർ പ്രതീക്ഷിച്ച പ്രവാചകനെ അവർക്ക് അവരുടെ നാട്ടിൽ ലഭിച്ചില്ല. മറിച്ച് അവർ വളരെയധികം വില കുറഞ്ഞു കണ്ട, ജാഹിലിയത്തിൽ മുങ്ങിക്കുളിച്ചിരുന്ന അറബിയയിലെ മക്കയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അഫ്ളലുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമെ അല്ലാഹു പ്രവാചകനായി തിരഞ്ഞെടുത്തത്. അല്ലാഹു ചിലർക്ക് ഫദ്ൽ കൊടുക്കുന്നത് അവർ ഇഷ്ടപ്പെട്ടില്ല. ആ അസൂയ ഒരുപാട്
തെറ്റുകളിലേക്ക് അവരെത്തിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അസൂയയുടെ ഒരു അപകടം ഇവിടെ പറഞ്ഞു തരികയാണ്. ഒരുപാട് അപകടങ്ങൾ അസൂയക്കുണ്ട്. എന്താണ് ഇവിടെ പറഞ്ഞ അപകടങ്ങൾ? ഫഇന്നൽ ഹസദ യഅകുലുൽ ഹസനാത്ത്. അസൂയ എന്ന് പറയുന്നത് തിന്മകളെ ഇല്ലാതാക്കി കളയും, തിന്നുകളയും. കമാ തഅകുലുൻ നാറുൽ ഹതബ്. ഒരു വിറക് അത് തീയാൽ കരിക്കപ്പെടുന്നത് നീ കാണുന്നുണ്ട്, തീ വിറകിനെ തിന്നുന്നത് നീ കാണാറുമുണ്ട്. അതുപോലെ നീ ചെയ്തു വെച്ച നിന്റെ ദിക്റുകൾ, നിന്റെ ദുആകൾ, നിന്റെ നിസ്കാരങ്ങൾ, നിന്റെ നോമ്പ്, നിന്റെ സദഖ, നിന്റെ ഹസനാത്തുകൾ അത് ഈ അസൂയ മുഖേന നിനക്കില്ലാതായി തീരും എന്നാണ് സഹോദരങ്ങളെ പറയുന്നത്. അപ്പൊ അസൂയയുടെ ഒരു കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഒരു പ്രശ്നം. അതുപോലെ ധാരാളക്കണക്കിന് അസൂയയുമായി ബന്ധപ്പെട്ട് അതിന്റെ അപകടങ്ങളുണ്ട്, ഫസാദുകളുണ്ട്. അതിൽപ്പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദറിനോട് അവനൊരു വിരോധം ഉണ്ടാകുക. യഥാർത്ഥത്തിൽ അസൂയക്കാരൻ ഇന്നയാളിൽ അത് ഉണ്ടാകുന്നത് അവന് ഇഷ്ടപ്പെടാത്തത്, അവൻ എന്താണ് യഥാർത്ഥത്തിൽ അവന്റെ ആ ഇഷ്ടക്കേട് എന്തിനോടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നൽകി. ഒരു കച്ചവടക്കാരന് മറ്റൊരു കച്ചവടക്കാരനോടുള്ള അസൂയാണ് എങ്കിൽ ഇവൻ ചിന്തിക്കും, ഞാനും ഇയാളെപ്പോലെ രാവിലെ തന്നെ വന്ന് കട തുറക്കുന്നവനാണ്, അപ്പുറത്തവനും കട തുറക്കുന്നു, പക്ഷെ എനിക്ക് ഇത്രയേ കിട്ടുന്നുള്ളൂ. അയാൾ ചിലപ്പോൾ എന്നെക്കാളും വൈകിട്ടൊക്കെ ആയിരിക്കും വരിക, ഞാൻ രാവിലെ തന്നെ പോകുന്നുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് കൂടുതൽ ഔദാര്യം കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് കൂടുതൽ കൊടുക്കുകയാണ്. അപ്പം അള്ളാഹുവാണ് നൽകിയവൻ. അപ്പം അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദറിനോടുള്ള വെറുപ്പും അതിനോടുള്ള ദേഷ്യവുമാണ് അവനുള്ളത്. അപ്പം ഒന്നാമത് അവൻ ഖദറിനോട് എതിരാവുകയാണ്. ഹസദുള്ളവൻ അള്ളാഹുവിന്റെ ഖദറിനോട് അവന് തൃപ്തിപ്പെടാൻ സാധിക്കുന്നില്ല. എനിക്ക് കുറവും അവന് കൂടുതലും തൃപ്തിപ്പെടാൻ പറ്റുന്നില്ല. എനിക്ക് ഭംഗി കുറവും ഇന്നയാൾക്ക് ഭംഗി കൂടുതലും. ആരാണത് കൊടുത്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അവൻ നേടിയെടുത്തതാണോ അവന്റെ ഭംഗി? അവൻ നേടിയെടുത്തതാണോ അവന്റെ സമ്പത്ത്? ഒന്നും അവൻ നേടിയെടുത്തതല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, അവർ നേടിയിട്ടുള്ള ഏതൊരു നന്മയും, ഭംഗിയാകട്ടെ, അവരുടെ തറവാടിത്തമാകട്ടെ, മറ്റേത് മേന്മകളാകട്ടെ, അള്ളാഹു നൽകിയതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. ആരുടെയും പരിശ്രമം കൊണ്ട് മാത്രം ഒരാൾക്ക് ഭൂമിയിൽ ഒന്നും നേടാൻ സാധിക്കുകയില്ല. അങ്ങനെയെങ്കിൽ പരിശ്രമിക്കുന്ന എത്രയോ ആളുകൾ അവരുടെ പരിശ്രമങ്ങൾ വെള്ളത്തിലായി നമ്മൾ കാണുന്നുണ്ട്. അള്ളാഹു നൽകിയത് കൊണ്ട് കിട്ടിയതാണ്. അതുകൊണ്ട് അതിനോട് അസൂയ വെക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഖദറിനോട്, അള്ളാഹു കണക്കാക്കിയ, അള്ളാഹു നേരത്തെ നിശ്ചയിച്ച ആ കാര്യത്തിനോടുള്ള ഒരു വെറുപ്പാണത്. വളരെ ഗൗരവമുള്ളൊരു കാര്യമാണത്. അതുകൊണ്ടാണ് അസൂയ വലിയ ഗൗരവമുള്ള തിന്മയായി മാറിയത്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങൾ, അസൂയ എന്ന് പറയുന്നത് നമ്മുടെ ഈമാനിന്റെ പൂർണ്ണതയെ ഇല്ലാതാക്കുന്നതാണ്. അസൂയ ഉള്ളവൻ ഒരിക്കലും ഈമാനിന്റെ പൂർണ്ണത കൈവരിക്കാൻ സാധിക്കുകയേ ഇല്ല. ഈമാനിന്റെ പൂർണ്ണത അത് സൽഗുണങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. അതിൽപ്പെട്ടൊരു കാര്യമാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാൾ വിശ്വാസിയാവുകയില്ല, ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി, നീ നിനക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് നിന്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുന്നത് വരെ നിന്റെ ഈമാൻ പൂർത്തിയാവുകയില്ല എന്നാണ്. അസൂയുള്ള ഒരുവൻ തനിക്ക് ഇഷ്ടപ്പെടുന്നത് തന്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടാൻ സാധിക്കുകയില്ല. തിരിച്ചാണ് അവൻ ചിന്തിക്കുന്നത്. തന്റെ സഹോദരനുള്ള നിഅമത്ത് അത് നീങ്ങി പോകാനാണ് ആഗ്രഹിക്കുന്നത്. അത് അവൻ സ്വന്തത്തിന് ആഗ്രഹിക്കുന്ന കാര്യമല്ല. അല്ലെങ്കിൽ എന്റേതുപോലെ അവനുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നതിന് പകരം എന്താണ് അവൻ ആഗ്രഹിക്കുന്നത്? അവൻ്റേത് ഇങ്ങോട്ട് കിട്ടട്ടെ എന്നാണ്, അവൻ്റേത് ഇല്ലാതായി പോകട്ടെ എന്നാണ്, അവൻ്റേത് മറ്റാർക്കെങ്കിലും ഒക്കെ ലഭിക്കട്ടെ എന്നാണ്, അവന് കിട്ടരുത്. ഇതാണ് ചിന്തിക്കുന്നത്. ഇത് ഈമാനിന്റെ പൂർത്തീകരണത്തെ ഇല്ലാതാക്കി കളയുന്ന കാര്യമാണ്. തീർന്നില്ല. അസൂയയുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അപകടം എന്ന് പറയുന്നത്, അസൂയക്കാരൻ മിക്കവാറും അവൻ ആരോടാണോ അസൂയ വെക്കുന്നത് അയാളോട് ഏതെങ്കിലും രൂപത്തിലുള്ള അക്രമങ്ങൾ അവൻ ചെയ്യും. കാരണം അസൂയ മൂത്ത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങനെയാണ്. അത് ചിലപ്പോൾ സംസാരം കൊണ്ട് വേദനിപ്പിക്കലായിരിക്കും. അതും കഴിഞ്ഞാൽ ചിലപ്പോൾ കയ്യാങ്കളിയായിരിക്കും. അവനെ ഉപദ്രവിച്ചിട്ടെങ്കിലും അവനെ നശിപ്പിക്കണം, ഈ ചിന്തയായിരിക്കും. അവൻ നേടിയെടുത്ത ഈ കാര്യം. അങ്ങനെ ആ അസൂയയും കൊണ്ട് ഹൃദയത്തിൽ അത്രയും പ്രശ്നങ്ങളുമായി നടക്കുന്ന ആളുകളുണ്ടാകും. ചില ആളുകൾക്ക് കിട്ടുന്ന നിഅമത്തുകളോട് അങ്ങേയറ്റത്തെ വെറുപ്പ്, അവനത് കിട്ടരുത്, എങ്ങനെയെങ്കിലും ഒക്കെ അവനെ നശിപ്പിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകളുണ്ടാകും. അപ്പോൾ മിക്കവാറും അത് ഒരു അതിക്രമത്തിലേക്ക് എത്തുകയാണ്. അത് കൽബിൽ ഒതുങ്ങുന്നില്ല. അല്ല, അസൂയ എന്ന് പറയുന്നത് കൽബിലുള്ള കാര്യമാണ്, പക്ഷെ അത് മറ്റൊരാളെ ഉപദ്രവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും.
മറ്റൊരു അപകടം എന്ന് പറയുന്നത് സഹോദരങ്ങളെ, അസൂയക്കാരന് ഒരിക്കലും ഒരു സമാധാനം കിട്ടുകയില്ല, ശരിക്കും ഉറക്ക് തന്നെ കിട്ടുകയില്ല എന്നാണ്. അവന് ഭക്ഷണം കഴിക്കുമ്പോൾ അവന് രുചി അനുഭവിക്കാൻ സാധിക്കുന്നില്ല, അവന്റെ ജീവിതത്തിൽ ഒരു സമാധാനമില്ല. എപ്പോഴും മറ്റവന് ഈ കിട്ടുന്നതിൽ ഇവന് വലിയ പ്രയാസം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അവന്റെ ജീവിതത്തിൽ സൗഖ്യവും സൗഭാഗ്യവും ഒക്കെ അടിക്കടി ഇങ്ങനെ നൽകുന്ന കാണുമ്പോൾ, അവൻ ലഭിക്കുന്നത് കാണുമ്പോൾ ഇവനിങ്ങനെ പ്രയാസവും ടെൻഷനുമാണ്. എപ്പോഴും ആ ചിന്തകളിലാണ്. ഇവന്റെ അടുത്തുള്ള ആ കുറഞ്ഞ വിഭവം പോലും ഇവൻ ആസ്വദിക്കാൻ സാധിക്കുന്നില്ല. ഇവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവന് നൽകിയ നിഅമത്തുകളെ വില കുറച്ചു കൊണ്ടുകൊണ്ട് എപ്പോഴും ടെൻഷനുകളിലാണുള്ളത്, പരാതികളിലാണുള്ളത്. കാരണം ഇവനേക്കാളും മികച്ച ആളുകളിലേക്കാണ് നോക്കിക്കൊണ്ടേയിരിക്കുന്നത്. അതെപ്പോഴും ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്, എപ്പോഴും ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. അങ്ങനെ അവൻ ഒരുപാട് നന്മകളിൽ നിന്ന് വരെ അവൻ എന്ത് ചെയ്യും? അവനെ പിന്നോട്ടെടുപ്പിക്കും. ചിന്തിക്കാൻ സാധിക്കുകയില്ല, നല്ലത് ചിന്തിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ വലിയ പ്രശ്നം അവനുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ചിലപ്പോൾ ഈ അസൂയക്കാരന് ഒരു പരിധി കഴിഞ്ഞാൽ ആ നന്മകളിലേക്ക് എത്തുന്നത് വരെ അവൻ ഒഴിവാക്കിയേക്കും. ഉദാഹരണത്തിന്, ഒരു വിദ്യാർത്ഥിയാണെന്ന് വിചാരിക്കുക, അവന്റെ കൂടെയുള്ള ഒരാൾ പഠിച്ച് നല്ല നിലയിലേക്ക് എത്തി, ഇവൻ അവനോട് വലിയ അസൂയാണ്. ഇപ്പൊ ഒരു പരിധി കഴിയുമ്പോൾ പറയും, ഞാൻ പഠിക്കുന്നില്ല, കാരണം ഞാൻ എന്ത് പഠിച്ചിട്ടും കാര്യമില്ല, ഞാൻ അവന്റെ അടുത്ത് എത്തൂല, അത്രയൊന്നും ദർജയിൽ എത്തൂല, അതുകൊണ്ട് ഇനി ഞാൻ വേണ്ട, ഞാൻ ഈ പരിപാടി നിർത്തി എന്ന് പറഞ്ഞ ഒരു നന്മയിൽ നിന്നും ചിലപ്പോൾ അവനത് പിന്നോട്ടടിക്കും. കാരണം അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയാണോ പഠിക്കുന്നത്, അതല്ല മറ്റൊരാളെക്കാൾ മുകളിലാകാനാണോ പഠിക്കുന്നത്, അവന്റെ നിയ്യത്ത് മാറിപ്പോവുകയാണ്. അപ്പോൾ അസൂയക്കാരൻ പലപ്പോഴും നന്മകളിൽ നിന്നും പിന്നോട്ടേക്ക് എത്തുന്ന വലിയ അപകടത്തിലാണ്. ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യമായി അസൂയ വെച്ചയാൾ ഇബ്ലീസാണ് എന്നാണ്. ഇബ്ലീസിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല മണ്ണിൽ നിന്നും പടച്ച ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് സുജൂദ് ചെയ്യാൻ അള്ളാഹു കൽപ്പിക്കുകയുണ്ടായി. പക്ഷെ ഇബ്ലീസിന് അത് സഹിക്കാൻ സാധിച്ചില്ല. ഇബ്ലീസ് പറഞ്ഞു, ഞാൻ തീയിൽ നിന്നാണ് പടക്കപ്പെട്ടത്, ഞാനാണ് കേമൻ, ഞാൻ ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് സുജൂദ് ചെയ്യുകയില്ല. അവനത് അസൂയ ഉണ്ടാക്കി. അങ്ങനെ അവൻ അള്ളാഹുവിനെ അനുസരിച്ചില്ല. അവന്റെ അഹങ്കാരവും അസൂയവും ഒക്കെ അവൻ സത്യത്തിൽ നിന്നും പിന്മാറാൻ കാരണമായി എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, അസൂയ എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. എന്നാൽ അസൂയയോട് നമുക്ക് സാദൃശ്യമുള്ളൊരു കാര്യമുണ്ട്. അത് തെറ്റായ കാര്യമല്ല. എന്താണെന്ന് വെച്ചാൽ, മറ്റൊരാളിൽ നന്മ ഉണ്ടായിക്കഴിഞ്ഞാൽ അതേപോലെ നന്മ എനിക്കും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കും. പക്ഷേ അവനിൽ നിന്നും അത് നീങ്ങിപ്പോകാൻ അവൻ ആഗ്രഹിക്കുകയില്ല. അത് തെറ്റല്ല. ഒരാൾ നല്ല നിലയിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന കണ്ടു, എനിക്കും അതുപോലെ നല്ല നിലയിൽ ഇബാദത്ത് ചെയ്യണം, അവനെ പോലെ ആകണം. അതിനുവേണ്ടി അവൻ പരിശ്രമിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ചിന്ത ഉണ്ടായതുകൊണ്ട് കാര്യമല്ല. ഇന്നയാളെപ്പോലെ ഞാൻ കച്ചവടക്കാരനാകണം, എന്നയാളെപ്പോലെ ഞാൻ നന്നായി പഠിക്കണം എങ്കിൽ അതിനുവേണ്ടിയുള്ള പരിശ്രമം അവനിൽ നിന്നുണ്ടാകേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. അത് തെറ്റല്ല. മറ്റൊരാളെപ്പോലെ നന്മയിലേക്ക് മുന്നേറുക എന്നുള്ളത് തെറ്റായ കാര്യമല്ല. പക്ഷേ അവിടെ ഒരിക്കലും അവനിൽ നിന്നും ആ നന്മ നീങ്ങിപ്പോകണം എന്നുള്ള ചിന്ത സഹോദരങ്ങളെ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മുടെ കൽബിന്റെ അകത്താണ് അത് ഉണ്ടാവുക. അത് ഓരോ മേഖലയിലും അതിൻ്റെ മേഖലയിലുള്ള ആളുകൾ പരീക്ഷിക്കപ്പെടും. പഠിക്കുന്ന സമയത്ത് അവിടെ ചിലപ്പോൾ നമ്മൾ പരീക്ഷിക്കപ്പെടും. അതല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സമയത്ത്, അല്ലെ, നമ്മളെപ്പോലെ ജോലി ചെയ്യാൻ വന്ന ആളായിരിക്കും, ചിലപ്പോൾ നമ്മൾ ജൂനിയറായിട്ട് വന്ന ആളായിരിക്കും, നമ്മൾ സീനിയോറിറ്റി ഉള്ള ആളായിരിക്കും. പക്ഷെ പെട്ടെന്ന് വന്ന ആള് അവൻ നന്നായി പണിയൊക്കെ പഠിച്ച് നല്ല ഉഷാറാവും. അപ്പോൾ നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ അറിയാതെ എങ്ങനെയെങ്കിലൊക്കെ ഇവനൊരു തെറ്റ് പറ്റണം, ഇവന് ഉണ്ടാകുന്ന ആ ഒരു യശസ്സും പ്രശസ്തിയൊക്കെ ഇല്ലാതായി പോകണം. ഒരു വലിയൊരു തെറ്റ് ഇവന്റെ ഭാഗത്ത് വന്നതിനാൽ ചിലപ്പോൾ മുതലാളി ഇവൻ ഒന്നും അറിയാത്ത ആളാണ്, അല്ലെങ്കിൽ ഇവനെ പിരിച്ചുവിടാനൊക്കെ സാധ്യതയുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പണികൾ എടുക്കും. ഇങ്ങനെ അസൂയക്കാരൻ അവൻ ചെയ്യാത്തതായ ഒരു തിന്മ ഉണ്ടാവുകയില്ല. മറ്റൊരാളെ കൊല്ലാൻ പോലും അവൻ മടിക്കുകയില്ല. കാരണം ഈ അസൂയ മൂത്ത് കഴിഞ്ഞാൽ മറ്റൊരാളെ വളരാൻ അനുവദിക്കാത്ത ഒരു മനോഭാവം ഇവന്റെ കൽബിലുണ്ടാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, സകല നന്മകളെയും കാരണത്തിൽ നിന്ന ഒരു രോഗമാണ് അസൂയ എന്ന് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞത് അതാണ്. വിചാരിക്കുന്നത് പോലെ നിസ്സാരമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് ഓരോരുത്തരും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്താണ് നമ്മൾ പരിശോധിക്കേണ്ടത്? ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു അനുഗ്രഹം
നീങ്ങിപ്പോകാനുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലും ഉണ്ടോ നമ്മൾ പരിശോധിക്കണം. ഒരാൾക്കും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അത് അവനിൽ ബറക്കത്തുണ്ടാകാനാണ് പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ വല്ല ചിന്തകളും നമുക്കുണ്ടായാൽ നമ്മൾ അതിനെതിരെയാണ് ജിഹാദ് ചെയ്യേണ്ടത്. നമ്മൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുക, അള്ളാഹുവെ. അല്ല, നമ്മൾ ഒരാൾക്ക് നമുക്ക് അസൂയ ഉണ്ടാക്കുന്ന പിശാചിന്റെ ഒരു വസ്വാസാണത്. അസൂയ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ദുർബോധനങ്ങൾ നൽകും. അപ്പോൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അള്ളാഹു അവന് ബറക്കത്ത് കൊടുക്കണം. അവന് വേണ്ടി ദുആ ചെയ്യുക, നമ്മൾ അതിനുവേണ്ടി തിരിച്ചു പ്രതികരിക്കുക. എങ്കിൽ ഇൻഷാ അല്ലാഹ് അത്തരത്തിലുള്ള ചിന്തകളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കുന്നതായിരിക്കും എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ ഹദീസ് അൻഹു, അഥവാ അബൂ ഹുറൈറ റളിയല്ലാഹു തന്നെ ഉദ്ധരിക്കുന്ന ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ അശ്ശദീദു ബിസ്സുറഅ ഇന്നമ അശ്ശദീദു അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. മുത്തഫഖുൻ അലൈഹി. ഇമാം ബുഖാരി മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണത്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ലൈസ അശ്ശദീദു ബിസ്സുറഅ, ഷദീദ് ഖവിയായവൻ, ശക്തൻ ആരല്ല? ബിസ്സുറഅ, ഗുസ്തി മത്സരത്തിൽ എതിരാളികളെ തോൽപ്പിക്കുന്നവൻ, അവനല്ല ശക്തൻ. ഇന്നമ ഷദീദ്, തീർച്ചയായും ശക്തൻ ആരു മാത്രമാണ്? അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, കോപം വരുന്ന സമയത്ത് സ്വന്തത്തെ പിടിച്ചു നിർത്താൻ സാധിക്കുന്ന ഒരുവനാണ് യഥാർത്ഥത്തിൽ ശക്തൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അസ്സുറഅ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധാരാളമായി മൽപ്പിടുത്തങ്ങൾ നടത്തുന്ന ഒരുവൻ എന്നാണ് ആ വാക്കിനർത്ഥം. ധാരാളമായി ശക്തനായ ഒരുവൻ. അങ്ങനെയുള്ള ഒരുവൻ ആരല്ല? അവനല്ല യഥാർത്ഥത്തിലുള്ള ശക്തൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഒരിക്കൽ റക്കാനത്ത് ബിൻ യസീദ് എന്ന് പറയുന്ന വളരെ ശക്തിയുള്ള ഒരാളുണ്ടായിരുന്നു. അയാൾ ആർക്കും മത്സരിച്ച് തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. അപ്പം അയാളെക്കുറിച്ച് പറയപ്പെടുന്നത്, അയാളൊരു കാളയുടെ തോല് വെച്ചിട്ട് അതിന് മുകളിൽ കയറി നിന്നാൽ എത്ര ആളുകൾ ശക്തരായ ആളുകൾ പിടിച്ചു വലിച്ചാലും അയാൾ അനങ്ങുകയില്ല. അയാളുടെ കാലിനടിയിലുള്ള ഭാഗങ്ങൾ അവിടെ തന്നെ നിൽക്കും. ബാക്കിയുള്ള ഭാഗങ്ങൾ മുറിഞ്ഞു വന്നാലും അയാൾക്ക് ശക്തി അത്രക്കുണ്ട്. ഈ വ്യക്തി ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരികയും ഇസ്ലാം സ്വീകരിക്കാൻ അയാൾ വരികയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞാൻ താങ്കളുമായി മൽപ്പിടുത്തം നടത്തും. താങ്കൾ ജയിക്കുകയാണെങ്കിൽ ഞാൻ ഇസ്ലാം സ്വീകരിക്കും. ഞാൻ ജയിക്കുകയാണെങ്കിൽ ഞാൻ എല്ലാവരെയും തോൽപ്പിക്കുന്നത് പോലെ തന്നെ ആയിരിക്കും എന്നയാൾ പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ തോൽപ്പിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തനായിരുന്നു, അങ്ങേയറ്റം ശക്തിയുള്ള ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അയാൾ ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. അപ്പോൾ അയാൾ ശക്തനായ ഒരുവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുന്നത്, അങ്ങനെയുള്ള ശക്തനേക്കാളും യഥാർത്ഥത്തിലുള്ള ശക്തൻ എന്ന് പറയുന്നത് അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, കോപം വരുന്ന സമയത്ത് സ്വന്തത്തെ നിയന്ത്രിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. സ്വന്തത്തെ കീഴ്പ്പെടുത്താൻ സാധിക്കണം. അല്ലെ, ഗുസ്തിക്കാരൻ മറ്റൊരാളെ കീഴ്പ്പെടുത്തുകയാണ്. ചിലപ്പോൾ അടിച്ച് നിലംപരിശാക്കും, അവിടെ നിലത്ത് കിടത്തും, പിന്നെ എഴുന്നേൽക്കാൻ വിടുകയില്ല. അവന്റെ മേലുള്ള നിയന്ത്രണം ഇവനാണ് ഉണ്ടാവുന്നത്. പക്ഷെ അവനല്ല യഥാർത്ഥത്തിൽ ശക്തൻ. സ്വന്തത്തെ നിയന്ത്രിക്കാൻ സാധിക്കണം. കോപം വരുന്ന സമയത്ത് സ്വന്തത്തെ നിയന്ത്രിക്കാൻ സാധിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കോപം സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ ചില ഹദീസിൽ കാണാൻ സാധിക്കും, അത് ജംറത്തുൻ യുൽഖിഹ ശൈത്താൻ ഫി ഖൽബിൽ ഇൻസാൻ, ഒരു മനുഷ്യന്റെ കൽബിലേക്ക് പിശാചിടുന്ന തീക്കനലുകളാണത്. അതങ്ങനെ തന്നെയാണ്. കോപം വരുന്ന സമയത്ത് ഒരു ചൂടാകുന്ന തീക്കനലുകൾ കൽബിലിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അതാണ് ആളുകളിൽ ഉണ്ടാകുന്നത്. അവരുടെ രൂപം മാറും, കോലം മാറും, സംസാര രീതി മാറും, പെരുമാറ്റങ്ങൾ മാറും. നമ്മൾ ചിന്തിച്ചു പോകും, ഈ ആൾ തന്നെയാണോ നേരത്തെ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് എന്ന് ചിന്തിച്ചു പോകുന്ന രൂപത്തിൽ അയാൾ ആകെ മാറുന്നതായിരിക്കും. അത് വളരെ പരിധി വിട്ട് അങ്ങോട്ടെത്തുന്ന ആളുകളുണ്ടാകും, ഒരു പരിധിയിൽ നിൽക്കുന്ന ആളുകളുണ്ടാകും. ആൾ മാറിപ്പോകും. കാരണം അത് പിശാചിടുന്ന ഒരു തീക്കനൽ അവൻ്റെ കൽബിലേക്ക് ഇട്ടാൽ ആ രൂപത്തിലാണ് അവൻ പെരുമാറുക എന്ന് കാണാൻ സാധിക്കും. അത് വളരെയധികം നമുക്കൊക്കെ ആവശ്യമുള്ള ഒരു നസീഹത്താണ്, കോപിക്കാതിരിക്കുക എന്നുള്ളത്. ഒരിക്കലും ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഔസിനി എന്നെ ഉപദേശിച്ചാലും എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഗ്ളബ്, അയാൾ പറഞ്ഞു നീ കോപിക്കാൻ പാടില്ല. അദ്ദേഹം വീണ്ടും വീണ്ടും ചോദിച്ചു, 3 പ്രാവശ്യം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഒരേ മറുപടി ലാ തഗ്ളബ്, നീ കോപിക്കരുത് എന്നാണ്. ഒരു വേള ആ സ്വഹാബിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള നസീഹത്ത് അതായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ സമയത്ത് ഓരോ നസീഹത്തുകൾ സന്ദർഭങ്ങളിലൊക്കെ നൽകിയത് കാണാൻ സാധിക്കും. ലാ തഗ്ളബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ഓരോരുത്തരോട് പറഞ്ഞത് തന്നെയാണ്, ലാ തഗ്ളബ്, നിങ്ങൾ കോപിക്കാൻ പാടില്ല എന്നാണ് സഹോദരങ്ങളെ. ഈ കോപത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറയാറുണ്ട്,
കോപം എന്ന് പറയുന്നത് 3 ദറജയുള്ള കോപമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില കർമ്മശാസ്ത്ര വിധികളും പറയാറുണ്ട്. ഒന്നാമത്തേത് ഒരു ദേഷ്യത്തിന്റെ ഒരു ആരംഭം എന്ന് പറയും. ഇത് മിക്ക ആളുകൾക്കുണ്ടാകുന്ന കാര്യമാണ്. ചിലപ്പോൾ നല്ലൊരു കാര്യത്തിന് വേണ്ടി തന്നെ ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ മോശം കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ദേഷ്യം, തെറ്റായ ഒരു നടപടിക്രമങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു ആത്മരോഷവും ഒരു ദേഷ്യമൊക്കെ ചിലപ്പോൾ ആളുകൾക്ക് ഉണ്ടാകും. അത് ഒരു പദവി. രണ്ടാമത്തെ പദവി എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ പദവിയാണ്. അത് അയാളെ സ്വന്തം നിയന്ത്രിക്കാനേ സാധിക്കാത്ത രൂപത്തിൽ അയാൾ എന്താണ് ചെയ്യുന്നത്, അയാൾ ആകാശത്താണോ ഭൂമിയിലാണോ ഉള്ളത് എന്നാണ് ഒന്നും മനസ്സിലാകാത്തൊരവസ്ഥ എത്തുന്ന കോപമുണ്ട്, നിയന്ത്രിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള കോപം. മൂന്നാമത്തേത് അതിനിടയിലുള്ള ഒരു കോപമാണ്. പക്ഷെ ഈ മൂന്നാമത്തെ കോപവും അവന്റെ നിയന്ത്രണത്തിന്റെ മുകളിൽ തന്നെയാണ്. ബോധമില്ലാതെ അവൻ പലതും ചെയ്യുന്ന രീതിയാണ്. ഇതിന്റെ അഹ്കാമുകൾ, കർമ്മശാസ്ത്രപരമായ അഹ്കാമുകൾ സഹോദരങ്ങളെ, ഒന്നാമത്തെ രൂപത്തിലുള്ള ഒരു ആരംഭ രൂപത്തിലുള്ള കോപമാണ്. ചെറിയൊരു ദേഷ്യം, അല്ലെ, പല കാര്യത്തിലുണ്ടാകുന്നൊരു ദേഷ്യം ഉണ്ടാകും, മുൻകോപം അങ്ങനെയൊക്കെ ഉണ്ടാകും. ഇങ്ങനെ ദേഷ്യമുള്ള സമയത്ത് ഒരാൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് പരിഗണിക്കപ്പെടും. അയാൾ ഭാര്യയെ ത്വലാഖ് ചെയ്താൽ അത് ത്വലാഖായിട്ട് തന്നെ പരിഗണിക്കപ്പെടും. കാരണം സാധാരണഗതിയിലുള്ളൊരു ദേഷ്യമാണ്. അതുപോലെ തന്നെ അയാൾക്ക് അടിമയുണ്ടെങ്കിൽ മോചിപ്പിച്ചാൽ അത് പരിഗണിക്കപ്പെടും. അയാൾ അടിമയെ മോചിപ്പിച്ചിട്ടുണ്ട്. അയാൾ ആ സമയത്ത് വല്ല വിധിയും നടപ്പാക്കുകയാണെങ്കിൽ, അയാളൊരു ഖാളിയാണ്, ജഡ്ജാണ്, ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ വിധി നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഗണിക്കപ്പെടും. അങ്ങനെയുള്ളൊരു ആരംഭഘട്ടത്തിലുള്ള ദേഷ്യമാണ് എങ്കിൽ. എന്നാൽ രണ്ടാമത് നാം പറഞ്ഞ അങ്ങേയറ്റം പരിധി വിട്ട കോപം എന്ന് പറയുന്നത് അവനെ തന്നെ ബോധമില്ലാതെ അവൻ എന്താണ് പറയുന്നത് എന്ന് ബോധമില്ലാത്ത രൂപത്തിലുള്ളതാണെങ്കിൽ, ഇവിടെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ചില ആളുകൾ അവർ ചിലപ്പോൾ കുട്ടികളോട് ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ എന്ത് വെച്ചിട്ടാണ് അടിക്കുന്നത് എന്ന് തന്നെ അവർക്കറിയാത്ത, കാണുന്നതിൽ ഏറ്റവും വലിയ വസ്തു എടുത്ത് അത് വെച്ചിട്ടായിരിക്കും അടിക്കുക. അദ്ദേഹം പറയുന്നത് ചില ആളുകൾ അത് ചിലപ്പോൾ 2 കുട്ടികളെ പിടിച്ച് കൂട്ടിയിടിപ്പിക്കും. ആ രൂപത്തിലുള്ള ദേഷ്യമുണ്ടാകും. അതായത് ഒരു കുട്ടി ഒരു വടിയെ പോലെ ആ കുട്ടിയെടുത്ത് മറ്റൊരാൾ കുട്ടി അടിക്കുക. ഇതേപോലെ ഭ്രാന്തന്മാർ ചെയ്യുന്നതിനേക്കാളും അദ്ദേഹം പറയുന്നു വഹുനാക അഷ്യാഉ അജീബത്തുൻ തുസ്കറു അൻ ബഅദിൽ ഗാലിബീൻ അശദ്ദു മിനൽ മജ്നൂൻ. ഭ്രാന്തന്മാരെക്കാളും മോശം അവസ്ഥയിൽ ഇങ്ങനെയുള്ള അത്ഭുതകരമായ ചില അവസ്ഥകൾ ഈ കോപം വന്ന ആളുകൾക്ക് ഉണ്ടാകും. ഒരു ബോധവുമില്ല. ഇത്തരത്തിലുള്ള ആളുകളുടെ അയാൾ ത്വലാഖ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിഗണിക്കുകയില്ല എന്നാണ്. കാരണം ബോധമില്ലാത്ത അവസ്ഥയിലാണ് ആ ത്വലാഖ്. അതുപോലെ അയാളൊരു വിധി പറഞ്ഞാൽ ആ വിധി വെച്ചിട്ട് തീരുമാനമാവുകയില്ല. അങ്ങനെയുള്ള കോപം വിട്ടിട്ട് അയാൾ ഒരു വിധി പറഞ്ഞാൽ ആ വിധി അത് പരിഗണിക്കുകയില്ല. അങ്ങനെയുള്ള അഹ്കാമുകളൊന്നും തന്നെ പരിഗണിക്കുകയില്ല. കാരണം അയാൾ ബോധമില്ലാത്ത അവസ്ഥയിലാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരായ ആളുകൾ പിന്നീട് അയാൾ ചോദിച്ചു, ഞാൻ അങ്ങനെ പറഞ്ഞോ, ഞാൻ അങ്ങനെ സംസാരിച്ചോ എന്ന അവസ്ഥയിലായിരിക്കും. ഒരു ഭ്രാന്ത് വന്നതുപോലെ, ശൈത്താൻ ബാധ സംഭവിച്ചതുപോലെ ആയിരിക്കും പെരുമാറിയിട്ടുണ്ടാവുക. അയാൾക്ക് തന്നെ എന്താണ് സംഭവിച്ചത് എന്നറിയാത്ത അവസ്ഥയായിരിക്കും. അപ്പൊ അത്തരക്കാരായ ആളുകൾ ഭാര്യയെ ത്വലാഖ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ത്വലാഖ് പരിഗണിക്കുകയില്ല എന്നാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്. എന്നാൽ നമ്മൾ മൂന്നാമത് പറഞ്ഞ കോപമുണ്ട്, ഇതും ഒരു പരിധി വിട്ട കോപം തന്നെയാണ്. അതിനും ശരിയായ അഭിപ്രായമായി പണ്ഡിതന്മാർ പറയുന്നത് അത്തരം കോപമുണ്ടാകുന്ന സമയത്തും അയാളുടെ ത്വലാഖും മറ്റുമൊന്നും പരിഗണിക്കുകയില്ല. കാരണം അയാൾ ബോധമില്ലാതെയാണ് അവിടെയും പറയുന്നത്. രണ്ടാമത് പറയുന്നത് പരിധി വിട്ട കാര്യമാണ്, അതെല്ലാവരിലും ഉണ്ടായിക്കൊള്ളുന്നില്ല. അങ്ങനെയുള്ള ആളുകൾ ഉണ്ട്. എന്തു തന്നെയായാലും സഹോദരങ്ങളെ, കോപം എന്ന് പറയുന്നത്, ഗളബ് എന്ന് പറയുന്നത്, അത് വലിയൊരു തെറ്റാണ്. നമ്മുടെ ഒരുപാട് നന്മകൾ ഇല്ലാതാക്കി തീർക്കും. നമ്മുടെ ഹസനാത്തുകളെ ഇല്ലാതാക്കി തീർക്കുന്നത്, ഒരുപാട് ഹൈറിൽ നിന്ന് നമുക്ക് തടയും. ബന്ധങ്ങൾ അത് വഷളായി പോകും. ഭാര്യ ഭർത്തൃ ബന്ധങ്ങളൊക്കെ ഏറെ വഷളായി പോകുന്നത് നമ്മുടെ ഈ ഗളബ് കൊണ്ടാണ്. അത് എത്രയോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിലും നമ്മളല്ലാത്ത ആളുകളിലൊക്കെ നമുക്ക് അനുഭവം ഉണ്ടാകും. അതുകൊണ്ട് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ബന്ധങ്ങൾ വഷളാകാതിരിക്കാൻ നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സ്വഭാവം. ഈ ഗളബ് എന്ന് പറയുന്നത് അത് നമ്മൾ എത്ര ശക്തനായിട്ടും കാര്യമില്ല. എത്ര ശക്തനായാലും നമ്മൾ ശക്തനല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എത്ര കഴിവുള്ളവനായാലും എത്ര ആരോഗ്യമുള്ളവനായാലും നീ ബാക്കി എല്ലാ കഴിവുകളും നിനക്ക് നൽകി, നിന്റെ നഫ്സിനെ നിനക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഒരു കാര്യവുമില്ല. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സ്വഭാവം അത് ഏറ്റവും നന്നാക്കേണ്ടതുണ്ട്. ഒരു വേള നന്നായി ദീൻ പാലിക്കുന്ന ആളുകൾ ഏറെ പരീക്ഷിക്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഗളബ് എന്നൊക്കെ പറയുന്നത്.
കാരണം ചില ആളുകൾ നല്ലതാണ് എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ദേഷ്യം പിടിക്കും. ചിലപ്പോൾ ദീന്റെ വിഷയത്തിലൊക്കെ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ദേഷ്യം പിടിക്കുക. പക്ഷെ അവർ പരിധി വിട്ടുപോകുകയാണ്. എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് മനസ്സിലാക്കാത്ത അവസ്ഥയിലെത്തുകയാണ്. ഭാര്യമാരോട് എങ്ങനെ പെരുമാറണം എന്നറിയുന്നില്ല. ദീൻ പഠിച്ച ആളുകളിൽ നിന്ന് പോലും ചിലപ്പോൾ അത് സംഭവിക്കുന്നു. കാരണം അത് പിശാച് ഖൽബിലേക്ക് അവനൊരു തീക്കനലിട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക അതുപോലെയാണ്. പിന്നെ അവിടെ ബോധം മറന്നു പോവുകയാണ്. അവൻ പറഞ്ഞതും അവൻ മനസ്സിലാക്കിയതുമൊക്കെ മറന്നുപോകുന്ന സന്ദർഭമാണ്. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ സന്ദർഭങ്ങളിൽ കാരണം ആളുകൾ ചെയ്യുന്ന അക്രമങ്ങൾ അത് വലുതാണ്. എന്താണെന്ന് ബോധ്യമുണ്ടാവുകയില്ല. ഒരാളോടും പറയാൻ പറ്റാത്ത വാക്കുകൾ പറയും. വളരെയധികം ആക്ഷേപിച്ചു അധിക്ഷേപിച്ചിട്ട് ഇല്ലാതാക്കി കളയുന്ന വാക്കുകൾ ചിലപ്പോൾ നാവിന് പുറത്തേക്ക് വരും. ചെയ്യാൻ പറ്റാത്ത ചെയ്യും. അത്തരത്തിൽ അക്രമങ്ങൾ ഈ കോപമൂത്ത് കഴിഞ്ഞാൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, എപ്പോഴും നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണ്ട നസീഹത്താണ് ലാ തഗ്ലബ് എന്ന് മനസ്സിലാക്കി നമ്മൾ നിരന്തരം നമുക്കത് ആവശ്യമാണെന്നുള്ള രൂപത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് മറ്റൊരാൾക്കും വേണ്ടിയിട്ടല്ല, ഇന്നയാൾക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ടാണ്. പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഏറെ ആവശ്യമുള്ളൊരു ഗുണം തന്നെയാണ് കോപം പിടിച്ചു വെക്കുക എന്നുള്ള കാര്യം. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അവിവേകങ്ങളും നമ്മുടെ കുറവുകളും പുറത്തു തരുമാറാകട്ടെ. നല്ല സ്വഭാവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കിക്കൊണ്ട്, സ്വഹാബികളെ മാതൃകയാക്കിക്കൊണ്ട്, സാലിഹ്യങ്ങളെ മാതൃകയാക്കിക്കൊണ്ട് നല്ല സ്വഭാവ ഗുണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. ഒരു പണ്ഡിതൻ അദ്ദേഹം നമ്മുടെ സ്വഭാവ ഗുണങ്ങൾ എങ്ങനെ നന്നാക്കാമെന്നുള്ള വിശദീകരണം നടത്തുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ വളരെ മനോഹരമായ വാക്യം, നമ്മൾ ഭാര്യയോടാകട്ടെ, ഈ ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എങ്കിൽ, എൻ്റെ സ്ഥാനത്താണ് എങ്കിൽ എങ്ങനെയായിരിക്കും അവിടുന്ന് പെരുമാറിയിട്ടുണ്ടാകുക എന്ന് നമ്മൾ ചിന്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ഒരാൾ ഈ രൂപത്തിൽ പെരുമാറിയതെങ്കിൽ എങ്ങനെയായിരിക്കും അവിടുന്ന് അതിന് തിരിച്ച് പ്രതികരിച്ചിട്ടുണ്ടാവുക എന്ന് നമ്മൾ ഒരു നിമിഷം ചിന്തിക്കുക. ഇങ്ങനെ ആകുമോ? എൻ്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പെരുമാറും? ഒരിക്കലുമില്ല. ഞാൻ ഈ സംസാരിച്ചതുപോലെ, ഞാൻ ഈ പെരുമാറിയതുപോലെ ഇങ്ങനെയുള്ള വാക്കുകൾ അവിടുന്ന് ഉപയോഗിക്കുമോ? ഒരിക്കലുമില്ല. ഈ രൂപത്തിൽ അവിടുന്ന് പ്രതികരിക്കുമോ? ശാപവാക്കുകൾ പറയുമോ? ഇങ്ങനെ കിട്ടുന്നതെല്ലാം തകർത്തുടച്ചു കളയുന്ന സ്വഭാവം അവിടുന്ന് ചെയ്യുമോ? നമ്മൾ ചിന്തിച്ചു നോക്കുക. അവരങ്ങനെ ചെയ്തിട്ടുണ്ടാകുമോ? ഒരിക്കലും ചെയ്യുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര മനോഹരമായിട്ടാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പോലും പെരുമാറിയത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് മാതൃകയാക്കാൻ പറ്റും. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് നിങ്ങളുടെ റസൂലിൽ ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഏത് ഘട്ടങ്ങളിൽ നമ്മൾ ചിന്തിച്ചു നോക്കുക, അല്ലാഹുവിന്റെ റസൂൽ ഈ സമയത്ത് എങ്ങനെയായിരിക്കും പെരുമാറിയിട്ടുണ്ടാകുക എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ചിന്തിക്കാൻ പറ്റാത്തതാണ് നമ്മുടെ പ്രശ്നം. ദേഷ്യമുണ്ടാകുന്ന സമയത്ത്, കോപമുണ്ടാകുന്ന സമയത്ത് പലപ്പോഴും അത്തരത്തിലുള്ള നല്ല ചിന്തകൾ പിശാചിട്ട് തരികയില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ആവർത്തിച്ച് പരിശ്രമിച്ചാൽ നമുക്കേറെ നന്നാക്കാൻ സാധിക്കും. ഈ ഹദീസിൽ നിന്നുള്ള ഫായിദകൾ: ഒന്ന്, അസ്സനാഉ അലാ മൻ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, കോപ സമയത്ത് സ്വന്തത്തെ അടക്കി നിർത്താൻ സാധിക്കുന്ന ആളുകളെ പുകഴ്ത്തുക എന്നുള്ളതിലുണ്ട്. കാരണം അവർക്കുള്ള പുകഴ്ത്തലാണ്. കാരണം ഇന്നമ ശദീദുല്ലദി യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, യഥാർത്ഥ ബലവാൻ, ശക്തവാൻ കോപം വരുമ്പോൾ സ്വന്തത്തെ കീഴ്പ്പെടുത്തുന്നവനാണ്, സ്വന്തത്തെ നിയന്ത്രിക്കുന്നവനാണ്. അപ്പോൾ അവർക്കുള്ള പുകഴ്ത്തലാണത്. രണ്ടാമത്തത് അൽ ഹസ്സു അലാ ലബ്തി നഫ്സി ഇൻദ വുജൂദി മാ യുസീറഹ, നഫ്സിനെ ശരിയായ രൂപത്തിൽ, അത് തെറ്റായി പതറിപ്പോകുന്ന സമയത്ത് അതിനെ കൃത്യതയാർന്ന രൂപത്തിൽ ശരിയാക്കുക എന്നതിനെ പ്രേരിപ്പിക്കൽ ഇതിലുണ്ട്. മൂന്നാമത്തത് അന്നമൻ യംലികു നഫ്സഹു ഇൻദൽ ഗളബ് അശദ് മിമ്മൻ യുസാരിഉ ഫയസ്റ, ഒരാൾ സ്വന്തത്തെ നിയന്ത്രിച്ചാൽ അവനാണ് യഥാർത്ഥത്തിൽ മൽപ്പിടുത്തത്തിൽ വിജയിക്കുന്നവനേക്കാളും വിജയി എന്ന് ഇതിൽ അറിയിക്കുന്നു. 4, ഹുസ്നു തഅലീമിർ റസൂൽ അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനോഹരമായ പഠിപ്പിക്കൽ ഇതിലുണ്ട്. ഇതിൽ കോപിക്കരുത് എന്നുള്ള ഒരു നസീഹത്താണ് ഇതിലുള്ളത്. പക്ഷെ അതൊരു ഉപമയിലൂടെയാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം ആരാണ് ഒരു ഗുസ്തി മത്സരത്തിൽ കീഴ്പ്പെടുത്തുന്ന ആളുടെ ശക്തിയെക്കുറിച്ചിട്ടൊക്കെ നമുക്കറിയാം. മുകളിൽ നിൽക്കുന്നവന്റെ ശക്തി, കീഴ്പ്പെടുത്തുന്നവന്റെ ശക്തി നമുക്കറിയാം. അതാദ്യം പറഞ്ഞു തന്നിട്ട് അവനല്ല ശക്തവാൻ, മറ്റൊരാളെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന, കീഴ്പ്പെടുത്താൻ സാധിക്കുന്നവനല്ല ബലവാൻ, മറിച്ച് സ്വന്തത്തെ നിയന്ത്രിക്കാൻ സാധിക്കണം. സ്വന്തത്തിനെ പോലും നിയന്ത്രിക്കാൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ നീ ശക്തനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണത്തിലൂടെ, നമുക്ക് കണ്ടറിയാൻ പറ്റുന്ന ഉദാഹരണത്തിലൂടെ അവിടുന്ന് പഠിപ്പിച്ചു എന്നുള്ളതാണ്. ഇതാണ് ഈ ഹദീസ്. മൂന്നാമത്തെ ഹദീസ്, വഅൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
الظلم ظلمات يوم القيامة متفق عليه. وعن جابر رضي الله عنه قال قال رسول الله صلى الله عليه وسلم اتقوا الظلم فإن الظلم ظلمات يوم القيامة واتقوا الشح فإنه أهلك من كان قبلكم أخرجه مسلم. രണ്ട് ഹദീസുകൾ ഒരുമിച്ച് വിശദീകരിക്കുകയാണ്, കാരണം രണ്ടും ഒരേ വിഷയമാണ്. ളുൽമുമായി ബന്ധപ്പെട്ടതാണ് ഈ ഹദീസുകളുള്ളത്. ളുൽം എന്ന് പറഞ്ഞാൽ അക്രമമാണ്. ഒന്നാമത്തെ ഹദീസിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽളുൽമു അക്രമം എന്ന് പറയുന്നത് ളുലുമാതുൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അത് അന്ധകാരങ്ങളാണ്, ഇരുട്ടുകളാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ഹദീസിൽ പറഞ്ഞു, ഇത്തഖുൽ, നിങ്ങൾ അക്രമത്തെ സൂക്ഷിക്കുക, ഫഇന്ന ളുൽമ ളുലുമാതുൻ യൗമൽ ഖിയാമ, കാരണം ഭൂമിയിൽ നിങ്ങൾ വെച്ച് ചെയ്യുന്ന അക്രമം എന്ന് പറയുന്നത് ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് ഇരുട്ടുകളായിരിക്കും, അന്ധകാരങ്ങളായിരിക്കും. വത്തഖു ശുഹ്, നിങ്ങൾ പിശുക്കിനെ, കടും പിശുക്കിനെയാണ് ശുഹ് എന്ന് പറയുന്നത്. ഫഇന്നഹു അഹ്ലക മൻ കാന ഖബ്ലക്കും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സമുദായത്തെ നശിപ്പിച്ചു കളഞ്ഞത് അവർക്കുണ്ടായിരുന്ന ഈ കടുത്ത പിശുക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങൾ, എന്താണ് ളുൽം എന്ന് പറയുന്നത്? അക്രമം എന്ന് പറയുന്നത് അത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്നുകിൽ മറ്റൊരാൾക്ക് ഒരു അതിക്രമം നമ്മൾ ചെയ്യുക, മറ്റൊരാൾക്ക് അയാളുടെ മേൽ ചെയ്യുന്ന ഒരു അതിക്രമം ചെയ്യുക, അല്ലെങ്കിൽ അയാൾക്ക് നമ്മൾ കൊടുക്കാനുള്ളൊരു കാര്യം നമ്മൾ നിഷേധിക്കുക, അതിൽ കുറവ് വരുത്തുക. ഇത് രണ്ടും ളുൽം എന്നാണ് പറയുക. ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പരിക്കേൽപ്പിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുള്ളത് കൊടുക്കാതിരിക്കുക, ഇത് ളുൽമാണ്, അക്രമമാണ്. ആ രണ്ട് രൂപത്തിലുള്ള ളുൽമുകളും സഹോദരങ്ങളെ ഉണ്ട്. ചില സമയത്ത് ആ അക്രമം സമ്പത്തിലായിരിക്കും, ചില സമയത്ത് ശരീരത്തിൽ തന്നെ ഏൽപ്പിക്കുന്ന ളുൽമുകളുണ്ട്, അഭിമാനത്തിൽ ഏൽപ്പിക്കുന്ന ളുൽമുകളുണ്ട്. അക്രമം ഈ മൂന്ന് കാര്യത്തിലുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ പറഞ്ഞില്ലേ, ഇന്ന ദിമാഅക്കും, നിങ്ങളുടെ രക്തം, വ അംവാലക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ സമ്പത്ത്, വ അഅറാദക്കും, നിങ്ങളുടെ അഭിമാനം, അലൈക്കും ഹറാം കഹുർമതി യൗമിക്കും ഹാദാ, നിങ്ങൾക്ക് പരസ്പരം നിഷിദ്ധമായ കാര്യമാണ് ഈ ദിവസത്തിന്റെ പവിത്രത പോലെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ മക്കയുടെ പവിത്രത പോലെ, ദുൽഹിജ്ജ 9 പവിത്രത പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾക്ക് ഒരാളുടെ രക്തവും അഭിമാനവും സമ്പത്തും ഒക്കെ പവിത്രമായ കാര്യമാണ്, നിങ്ങളത് ചീന്തിക്കളയാൻ പാടില്ല, ലംഘിച്ചു കളയാൻ പാടില്ല എന്ന് അവിടുന്ന് അറിയിച്ചത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ളുൽമ് അത് സമ്പത്തിൽ ഉണ്ടാകുന്ന രൂപം നമ്മൾ പറഞ്ഞു, സമ്പത്തിൽ ഉണ്ടാകും, അഭിമാനത്തിൽ ഉണ്ടാകും, അതുപോലെ ഒരാളുടെ ശരീരത്തിലും അക്രമം ഉണ്ടാകും. ഒരാൾ സമ്പത്തിൽ ഉണ്ടാക്കുന്ന ളുൽം എന്ന് പറയുന്നത് അത് രണ്ട് രൂപത്തിലാണ്. ഒന്ന്, ഒരു മനുഷ്യൻ മറ്റൊരാൾക്ക് ഒരു പൈസ കൊടുക്കാനുണ്ട്, 1 ലക്ഷം റുപ്യ കൊടുക്കാനുണ്ട്. ഇതിനോട് ചോദിക്കുമ്പോൾ പറയും, ഇല്ല, അത് അത്രയും തരാനില്ല, 50,000 തരാനുള്ളൂ, അല്ലെങ്കിൽ അതിൽ കുറച്ചൊരു പണം പറയും, അത്രയേ തരാനുള്ളൂ. അത് ളുൽമാണ്. അങ്ങോട്ട് കൊടുക്കാനുള്ളത് കൊടുക്കാതിരിക്കുക എന്നുള്ളത് ളുൽമാണ്. അതുപോലെ ഇല്ലാത്ത അവകാശം പറഞ്ഞ് മറ്റൊരാളിൽ നിന്നും പണം കൈപ്പറ്റുന്നതും അതും ളുൽമാണ്. ഒരാൾ നമുക്ക് തരാനുണ്ട്, അയാൾ തരാനുള്ളത് ചിലപ്പോൾ 1 ലക്ഷം ആയിരിക്കും, പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കള്ളക്കണക്കുകളും രേഖകളൊക്കെ ഉണ്ടാക്കിയിട്ട് പറയും, അല്ലെങ്കിൽ 2 ലക്ഷം തരാനുണ്ട്, അത് തന്നേ മതിയാകൂ എന്ന് പറഞ്ഞ് അയാളെ സമീപിച്ചാൽ അത് ളുൽമാണ്. നമ്മൾ അന്യായമായി ഇങ്ങോട്ട് കവർന്നെടുക്കുന്നതും കൊടുക്കാനുള്ളത് കൊടുക്കാതിരിക്കുന്നതും രണ്ടും സഹോദരങ്ങൾ ളുൽമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ശരീരത്തിലുള്ള ളുൽം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ളുൽമ് അയാളെ കൊന്നുകളയുക എന്നുള്ളതാണ്. അതിൻ്റെ താഴെ കൊല്ലാനുള്ള ശ്രമങ്ങൾ നടത്തുക, ഉപദ്രവിക്കുക, ഇതെല്ലാം ളുൽമുകളാണ് എന്ന് മനസ്സിലാക്കുക. അഭിമാനത്തിലുള്ള ളുൽം എന്ന് പറഞ്ഞാൽ അത് അയാളെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു നടക്കുക, അയാളിൽ ഇല്ലാത്ത കാര്യങ്ങൾ അയാളെക്കുറിച്ച് പറഞ്ഞു നടക്കുക, ഏറ്റവും ഗൗരവമുള്ള കാര്യമാണ്. പിന്നീട് അയാളിലുള്ള കാര്യം തന്നെ, പക്ഷെ അത് മറ്റൊരാളോട് പറയുന്ന അയാൾക്ക് ഇഷ്ടമല്ല, അത് പറയുന്നതിലൊരു ഖൈറുമില്ല, ഒരു മസ്ലഹത്തുമില്ല, എന്നിട്ടും അയാളെക്കുറിച്ച് ഗീബത്ത് പറഞ്ഞു നടക്കുക. അങ്ങനെ നമീമത്തുകളും ഗീബത്തുകളൊക്കെ പറഞ്ഞ് അയാളുടെ അഭിമാനത്തെ കവർന്നു കളയുക, ഇത് ഒരാളുടെ അഭിമാനത്തിൽ കാണിക്കുന്ന ളുൽമാണ് എന്ന് മനസ്സിലാക്കുക. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വക ളുൽമ് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്, ഒരുപാട് ഇനങ്ങളിൽ ളുൽമുണ്ട്. ഈ ളുൽമിന്റെ ഒക്കെ അവസ്ഥ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അൽളുൽമു ളുലുമാതുൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അത് ഇരുട്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ മുഅ്മിനീങ്ങൾക്ക് വെളിച്ചം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. യസ്ആ നൂറുഹും ബൈന ഐദീഹിം വ ബിഐമാനിഹിം, മുഅ്മിനീങ്ങൾക്ക്
അവരുടെ മുന്നിലും പിന്നിലുമൊക്കെ ആയിട്ട് അള്ളാഹു താല വെളിച്ചം നൽകും. ആ വെളിച്ചത്തിലായിരിക്കും അവർ സഞ്ചരിക്കുക. എന്നാൽ കാഫിറുകൾക്ക് അള്ളാഹു താല വെളിച്ചം നൽകുകയില്ല. മുനാഫിക്കുകളെ സംബന്ധിച്ചിടത്തോളം ആദ്യം അവർക്ക് വെളിച്ചം നൽകും, പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ വെളിച്ചം കെടുത്തിക്കളയും. അവർക്ക് പിന്നോട്ട് നോക്കിയാൽ വെളിച്ചം കാണാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള വെളിച്ചമില്ലാതെ സഹോദരങ്ങളെ ഖിയാമത്ത് നാളിൽ നമുക്കൊരടി മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. നമ്മൾ ഈ ചെയ്തു കൂട്ടുന്ന ഓരോ ദുൽമുകളും നാളെ നമുക്ക് ഇരുട്ടായിത്തീരും. നമുക്ക് സിറാത്തുൽ മുസ്തഖീമിലൂടെ മുഴുവൻ മുമ്പോട്ടേക്ക് പോകുക എന്നുള്ളത് സാധിക്കാതെ വരും. പ്രയാസമായിരിക്കും. നമ്മളൊരു ഇരുട്ടുള്ള വഴി സങ്കല്പിച്ച് നോക്കുക. ആ വഴിയിൽ നമുക്കൊന്നും അനങ്ങാൻ സാധിക്കാത്ത അവസ്ഥ. എവിടെയാണ് കുഴി, എവിടെയാണ് അപകടങ്ങളുള്ളത് ഒന്നും നമുക്കറിയാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് നാളിൽ നിനക്കത് ഇരുട്ടായി തീരും എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. പിന്നീട് പറഞ്ഞത് വത്തഖുശുഹ്, നിങ്ങൾ ഷുഹിനെ കരുതിയിരിക്കുക. ഷുഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിശുക്ക് എന്ന് പറഞ്ഞു, എന്നാൽ അത് കേവല പിശുക്കല്ല. പിശുക്കിന് ബുഖുൽ എന്ന് പറഞ്ഞിട്ട് ഒരു വാക്കുണ്ട് അറബിയിൽ. ബുഖുൽ എന്ന് പറഞ്ഞാൽ പിശുക്ക്, അവൻ കൊടുത്തു വീട്ടേണ്ട ഹക്കുകളിൽ കുറവ് വരുത്തുക, അതാണ് പിശുക്ക്. എന്നാൽ ഷുഹ് എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, മറ്റുള്ളവന്റെ കാര്യം കൂടി ഇങ്ങോട്ട് കിട്ടണം എന്നുള്ള ആഗ്രഹം കൂടിയുണ്ട്. ഇവനൊട്ട് കൊടുക്കുകയില്ല, ഇവൻ അർഹത ഇല്ലാത്തത് ഇങ്ങോട്ട് ലഭിക്കണം എന്ന് കൂടിയുള്ള ആഗ്രഹം കൂടിയുണ്ട്. അതാണ് കടുത്ത പിശുക്ക് എന്ന് പറഞ്ഞത്. ഷുഹ് എന്ന് പറഞ്ഞാൽ കടുത്ത പിശുക്ക് എന്ന് അതിനെക്കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടിട്ട് സലാത്ത് ചൊല്ലാത്തവനോട് അവൻ ബഖീലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, പിശുക്കനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അൽ ബഖീലു മൻ ഇദാ ദുകിറത് ഇൻദഹു ലം യുസല്ലി അലൈഹി. പിശുക്കൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ദുകിർതു ഇൻദഹു ലം യുസല്ലി അലൈഹി, എൻ്റെ പേര് പരാമർശിക്കപ്പെട്ടത് കേട്ടിട്ട് അവൻ സലാത്ത് ചൊല്ലിയിട്ടില്ല, അവൻ പിശുക്കനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഇൽമിലുള്ള പിശുക്കുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയുന്ന കാര്യം പറഞ്ഞു കൊടുക്കാതിരിക്കുക. നമുക്കൊരു കാര്യത്തെക്കുറിച്ച് അറിയാം, എന്നിട്ട് ഒരാൾ നമ്മളോട് വന്ന് ചോദിച്ചു, നമുക്കറിയുന്ന കാര്യമാണ്, അത് നമ്മൾ പറയാതെ മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ അത് ഇൽമിലുള്ള പിശുക്കാണ്. ഇൽമിലുള്ള പിശുക്കാണ്. സമ്പത്ത് ഒരാൾ ആവശ്യക്കാരൻ വന്ന് ചോദിച്ചു, നമ്മുടെ അടുത്ത് ധാരാളമുണ്ട്, നമ്മളൊന്നും കൊടുക്കുന്നില്ല, അത് സമ്പത്തിലുള്ള പിശുക്കാണ്. ഫൈനഹു അഹ്ലക മൻ കാന ഖബ്ലകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തരത്തിലുള്ള പിശുക്കാണ്, മറ്റുള്ളവൻ്റെത് എനിക്ക് കിട്ടണമെന്നുള്ള ആഗ്രഹം അങ്ങനെ കൊണ്ട് നടക്കുന്നതാണ് പൂർവ്വ സമുദായങ്ങളെ നശിപ്പിച്ചത് എന്നാണ് പറഞ്ഞത്. പൂർവ്വ സമുദായങ്ങൾ നശിപ്പിച്ചത് കാരണം മറ്റുള്ളവൻ്റെത് കിട്ടണമെന്നുള്ള ആഗ്രഹം എന്തിലേക്ക് കലാശിക്കും? അത് പ്രശ്നങ്ങളിലേക്കും അടികളിലേക്കുമൊക്കെ കലാശിക്കും. അത് അവനെ തമ്മിൽ തല്ലി അവർ നശിക്കാനുള്ള കാരണമായി തീരും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ ഹദീസിലുള്ള ഫവായിദുകൾ അത്തഹ്ദീറു അനിൽ ദുൽം, അക്രമങ്ങളിൽ നിന്നുള്ള താക്കീത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരിക്കുന്നു. ഇവിടെ താക്കീതുകൾ നൽകുന്ന സമയത്ത് അതിന് ഇന്നാലിന്ന ശിക്ഷ ഖബറിലുണ്ട്, പരലോകത്തുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൻപാപമാണ്. ഇത് ഖിയാമത്ത് നാളിൽ അതിന് ശിക്ഷയുണ്ടെന്ന് അറിയിക്കുന്നു. ദുൽം എന്ന് പറയുന്നത് അത് വൻപാപമാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ രണ്ടാമത്തെ തന്നെ ജസാ മിൻ ജിൻസിൽ അമൽ, അല്ലാഹു തആല പ്രതിഫലം നൽകുന്നത് ഒരേ ഇനത്തിൽ നിന്നാണ്. ഭൂമിയിൽ അക്രമം നൽകുന്ന സമയത്ത്, ദുൽമ് ചെയ്യുന്ന സമയത്ത് അള്ളാഹു ഇരുട്ടായിട്ടാണ് പരലോകത്ത് അള്ളാഹു തആല അതിനുള്ള ശിക്ഷ നൽകുന്നത് എന്ന് കാണാൻ സാധിക്കും. 3 ഇസ്ബാത്തു യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളുണ്ട് എന്നുള്ള സ്ഥിരപ്പെടുന്നത് ധാരാളം തെളിവുകളുള്ളതുപോലെ. 4 വുജൂബു ഇത്തിഖാഇ ദുൽം, ദുൽമിനെ സൂക്ഷിക്കൽ നിർബന്ധമാണ്. ഫഇന്ന ദുൽമ ദുലുമാതുൻ യൗമുൽ ഖിയാമ എന്ന് പറഞ്ഞു. 5 അന്ന തഖ്വ ലൈസത് ഖാസത്തുൻ ബില്ലാഹി അസ്സ വജൽ, സൂക്ഷിക്കുക. തഖ്വ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം അല്ല സൂക്ഷിക്കേണ്ടത്, ചില പ്രവർത്തനങ്ങളെ തൊട്ട് സൂക്ഷിക്കണം. അതിൽപ്പെട്ടതാണ് ഇത്തഖ്വ ദുൽം എന്ന് പറഞ്ഞു, അക്രമം നിങ്ങൾ സൂക്ഷിക്കണം. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങുന്ന ആ ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞു വത്തഖുൻ നാറല്ലതി ഉഇദ്ദത്തിൽ കാഫിരീൻ, കാഫിറുകൾക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള നരകത്തിൽ നീ പ്രവേശിക്കുന്നത് നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വത്തഖുല്ലാഹല്ലദി അൻതും ബിഹി മുഅ്മിനൂൻ, നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അല്ലാഹുവിനെ നമ്മൾ സൂക്ഷിക്കണം. അതുപോലെ തന്നെ അല്ലാഹു സൂക്ഷിക്കാൻ പറഞ്ഞതിനെയും സൂക്ഷിക്കണം. അക്രമം അതിൽപ്പെട്ടതാണ്, നരകം അതിൽപ്പെട്ടതാണ്, പരലോകം അതിൽപ്പെട്ടതാണ്. അവിടെ നമ്മൾ രക്ഷപ്പെടാൻ നമ്മളുടെ സൂക്ഷ്മത, തഖ്വ കാണിക്കണം. തഖ്വ എന്ന് പറയുന്നത് നമ്മൾ പരിചയമാണ്. ആ തിന്മകളിലേക്ക് എത്താതിരിക്കാൻ നമ്മൾ എടുക്കുന്ന പരിചയമാണ് തഖ്വ എന്ന് പറയുന്നത്. ദുൽമു മിൻ കബാഇർ ദുനൂബ്, മറ്റൊരു ഫായിദ അദ്ദേഹം പറയുന്നു വൻപാപങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തഹ്രീമു ശുഹ്, നിങ്ങൾ പിശുക്കിനെ ഒഴിവാക്കാൻ നിഷിദ്ധമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അൽ ഇഅ്തിബാറു ബിമൻ ഖല മിനൽ ഉമം, കഴിഞ്ഞുപോയ
ഉമ്മത്തിൽ സംഭവിച്ചതിൽ നമുക്ക് ഗുണപാഠമുണ്ട്. കാരണം അവർക്ക് നാശമുണ്ടായ കാര്യം കൊണ്ട് തന്നെ നമുക്കും നാശമുണ്ടാകും. എങ്ങനെയാണോ കഴിഞ്ഞുപോയ ഉമ്മത്ത്, അത് പല ഹദീസുകൾ പലതും വന്നിട്ടുണ്ട്. കസ്റത്തു മസാഇലിഹിം, അധികരിച്ച ചോദ്യങ്ങൾ കഴിഞ്ഞുപോയ ഉമ്മത്തിന് നാശങ്ങൾ ഉണ്ടാകാൻ കാര്യമായിട്ടുണ്ട്. അനാവശ്യമായ ചോദ്യങ്ങൾ, വേണ്ടാത്ത ഇല്ലാത്ത സാങ്കല്പിക ചോദ്യങ്ങൾ, ഇതൊക്കെ ചോദിക്കുമ്പോൾ കുഴപ്പങ്ങളും ഭിന്നിപ്പുകളും ഒക്കെ ഉണ്ടാകും. കഴിഞ്ഞുപോയ ഉമ്മത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അവസാനത്തെ ഹദീസ്, വഅൻ മഹ്മൂദ് ബിൻ ലബീദ് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർകുൽ അസ്ഗർ അർറിയാ അഖ്റജഹു അഹ്മദ് ബിസനദിൻ ഹസൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും, നിങ്ങളിൽ ഞാൻ ഏറെ ഭയപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അശ്ശിർകുൽ അസ്ഗർ, ചെറിയ ശിർക്കാണ് എന്നാണ്. ഇവിടെ മുഅല്ലിഫ് റഹിമഹുല്ലാ ഇദ്ദേഹം പൂർണ്ണമായ ഹദീസിലുള്ളതുപോലെ എന്താണ് ഷിർക്കുൽ അസ്ഗർ എന്ന് സഹാബികൾ ചോദിക്കുന്ന ഭാഗം അദ്ദേഹം കൊടുത്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരം അദ്ദേഹം എടുത്തു കൊടുക്കുകയാണ് ചെയ്തത്. അതായത് സഹാബത്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് നബി ഷിർക്കുൽ അസ്ഗർ എന്ന് പറഞ്ഞാൽ, ചെറിയ ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നിന്ന് പറഞ്ഞു, റിയാ എന്ന് പറയുകയാണ്. ലോകമാന്യമാണ് ചെറിയ ഷിർക്ക് എന്ന് പറയുകയാണ്. എന്താണ് റിയാ, ലോകമാന്യം എന്ന് പറഞ്ഞത്? സഹോദരങ്ങളെ, ഒരാൾ മറ്റൊരാളെ കാണിക്കുന്നതിന് വേണ്ടി അമലുകൾ ചെയ്യുകയോ അല്ലെങ്കിൽ അമലുകൾ നന്നാക്കുകയോ ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊരാൾ കാണിക്കുന്നതിന് വേണ്ടി ഒരാൾ ഒരു അമല് ചെയ്യുക, ആളുകൾ കാണുന്നതിന് വേണ്ടി നിസ്കരിക്കുക, അല്ലെങ്കിൽ നിസ്കാരം നന്നാക്കുക. സാധാരണ നിസ്കരിക്കുന്ന ഒരു രൂപത്തിലാണ്. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ആ നിസ്കാരത്തിന്റെ രൂപവും കോലവും ഒക്കെ ഒന്ന് മാറ്റും. സാധാരണ ഒന്നും കൊടുക്കാത്തവനാണ്, പക്ഷെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവൻ അയാളെ കാണിക്കുന്നതിന് വേണ്ടി ഒരു കൊടുക്കൽ, അയാളെ കാണിക്കുന്നതിന് വേണ്ടി ഒരു നന്മ ചെയ്യൽ, ആളുകളുടെ പ്രശംസ പിടിച്ചു പറ്റുന്നതിന് വേണ്ടി അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ദുനിയാവ് ആഗ്രഹിക്കണം എന്നില്ല, അത് വേറെയാണ്. അമലുകൾ കൊണ്ട് ദുനിയാവ് ആഗ്രഹിക്കുക എന്ന് പറയുന്നത് വേറെ തിന്മയാണ്. ഇയാൾ ചിലപ്പോൾ ദുനിയാവൊന്നും ആഗ്രഹിക്കുകയില്ല, വെറുതെ ഒരു പ്രശംസ, ഞാൻ നല്ലൊരു ആബിദാണ്, നല്ലൊരു അള്ളാനെ പേടിയുള്ളൊരു മനുഷ്യനാണ്, നന്നായി ഇബാദത്ത് ചെയ്യുന്നവനാണ് എന്ന് ധരിച്ചാൽ മതി. വേറെ ഒന്നും ഒരു ദുനിയാവിൻ്റെ ഒരു ബെനിഫിറ്റും അയാൾക്ക് ആവശ്യമില്ല. എന്നെക്കുറിച്ച് ആളുകൾ നല്ലത് വിചാരിക്കണം, ഞാൻ നല്ല ദീനിയാണെന്ന് ആളുകൾ പറയണം. ഈ ചിന്തയിൽ ഞാൻ നല്ലൊരാളാണ് എന്ന് പറയണമെന്നുള്ള ചിന്തയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കാണ്, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കാണ് സഹോദരങ്ങളെ റിയാ എന്ന് പറയുന്നത്. റിയാ എന്ന് പറയുന്നത് അത് ചിലപ്പോൾ സംസാരത്തിലും വരും, പ്രവർത്തനത്തിൽ മാത്രമല്ല സംസാരത്തിലും വരും. ഞാൻ നല്ല ആളാണെന്ന് പറയാൻ വേണ്ടി നമ്മൾ സംസാരം നന്നാക്കി പറയുക, ആളുകൾ ഞാൻ നല്ല മനുഷ്യനാണ്, നല്ല തഖ്വയുള്ള മനുഷ്യനാണ് എന്ന് ആളുകൾ ധരിക്കണം. അതിനുവേണ്ടിയുള്ള സംസാരങ്ങൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അതും അതിൽ പെടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, മൻ സമ്മഅ അല്ലാഹു ബിഹി, ആരെങ്കിലും കേൾപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് അയാൾ ഖിയാമത്ത് നാളിൽ പരീക്ഷിക്കുകയാണ്. അല്ലാഹു തആല അത് പരിഗണിക്കുകയില്ല, അള്ളാഹു അതുകൊണ്ട് അവനെ കേൾപ്പിക്കും. വമൻ റാ അല്ലാഹു ബിഹി, ആരെങ്കിലും അള്ളാഹുവിനെ കാണിക്കാൻ ചെയ്താൽ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കാണിക്കും എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. ഈ ഹദീസുള്ള ഫായിദ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഉമ്മത്തിനോടുള്ള അങ്ങേയറ്റത്തെ അനുകമ്പ. കാരണം അഖ്വഫു മാ അഖാഫു അലൈക്കും, നിങ്ങൾ ഏറ്റവും ഞാൻ ഭയപ്പെടുന്നത് എന്ന് പറഞ്ഞ് സഹാബികളോടും ഈ ഉമ്മത്തിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുകമ്പ കാണിച്ച് അവർ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് പറഞ്ഞു തരികയാണ്. രണ്ടാമത്തെ ഫായിദ, തിന്മകൾ അത് വ്യത്യസ്ത പദവികളുണ്ട്. ചില തിന്മകൾ കടുത്തതാണ്, അതുകൊണ്ടാണ് അഖ്വഫു മാ അഖാഫു അലൈക്കും. നമുക്ക് ഭയമുള്ള തിന്മകൾ ഒരുപാടുണ്ട്, എന്നാൽ ആ തിന്മകളിൽ അഖ്വഫ് ഏറ്റവും ഭയമുള്ളത് എന്ന് പറഞ്ഞാൽ അതിന്റെ താഴെയുള്ള തിന്മകളും ധാരാളമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമത്തെ ഫായിദ, ഇൻഖിസാമു ശിർക്ക് ഇലാ ഖിസ്മൈനി അസ്ഗർ വ അക്ബർ. ശിർക്ക് രണ്ട് രൂപത്തിലുണ്ട്, മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ശിർക്ക് എന്ന് പറയുന്നത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ശിർക്കുൽ അക്ബർ, വലിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ അത് ചെയ്താൽ ഒരാൾ ദീനിൽ നിന്ന് പുറത്തു പോകുന്നതായിരിക്കും, ദീനിൽ നിന്നും പുറത്തു പോകുന്ന ശിർക്കായിരിക്കും അത്. രണ്ടാമത്തെ ശിർക്കുൽ അസ്ഗർ, വളരെ ഗൗരവമുള്ള ശിർക്കാണ്, പക്ഷെ ദീനിൽ നിന്നും അവൻ പുറത്തു പോകുകയില്ല, അവന്റെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും. ആ ശിർക്കുൽ അസ്ഗർ വെച്ച് ചെയ്ത അമൽ അത് പൊളിഞ്ഞു പോകും, പക്ഷേ ആ പൂർണ്ണമായി അവന്റെ അമലുകൾ പൊളിഞ്ഞ് അവൻ ദീനിൽ നിന്നും പുറത്തു പോകുന്ന ശിർക്കുൽ അക്ബറിന്റെ പദവിയിലേക്ക് അത് വരികയില്ല എന്നാണ്. അപ്പോൾ ഷിർക്ക് രണ്ട് രൂപത്തിലുണ്ട്. ഷിർക്കുൻ അസ്ഗറിനുള്ള ഉദാഹരണത്തിൽ ഒന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അരിയ, ലോകമാന്യം എന്ന് പറയുന്നത്. അതിൽപ്പെട്ടതാണ് ഉറുക്കുകളും ഏലസുകളും ഒരാൾ കെട്ടുക എന്നുള്ളത്. ഏലസും ഉറുക്കും ഒക്കെ കെട്ടുക, അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേര് വെച്ച് സത്യം ചെയ്യുക, ഇന്നാളെ സത്യം, ഉപ്പയാണ് സത്യം, ഉമ്മയാണ് സത്യം, അതൊക്കെ ഷിർക്കുൻ അസ്ഗറിൽ പെടുന്ന
കാര്യമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഗൗരവമുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. പിന്നീട് സഹോദരങ്ങളെ, പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഈ ശിർക്കുൻ അസ്ഗർ. അതിൽ മരണപ്പെട്ടു പോയാൽ, ഒരാൾ ശിർക്കുൻ അസ്ഗറിൽ മരണപ്പെട്ടു പോയാൽ അയാളുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമോ എന്നുള്ളതാണ്. കാരണം അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ പങ്കു ചേർക്കുന്നത് പുറത്തു കൊടുക്കുകയില്ല. അത് തൗബ ചെയ്യാതെ ഒരാൾ മരണപ്പെട്ടു പോയി, തൗബ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം പുറത്തു കൊടുക്കും. ഷിർക്കും പുറത്തു കൊടുക്കും, എല്ലാം പുറത്തു കൊടുക്കും. അത് ജീവിതകാലത്തെ സംഭവിക്കുകയുള്ളൂ. പക്ഷെ അയാൾ മരണപ്പെട്ടു പോയി എങ്കിൽ ഷിർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുകയില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അതല്ലാത്തതെല്ലാം അല്ലാഹു തആല പുറത്തു കൊടുക്കും. ലിമൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം. ഇവിടെ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക എന്ന് പറയുന്നതിൽ ശിർക്കുൻ അസ്ഗർ പെടുമോ ഇല്ലേ? പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു അത് പെടുകയില്ല. കാരണം ഇവിടെ ഉദ്ദേശിച്ച ഷിർക്ക് അത് അശ്ശിർക്കുൽ അക്ബറാണ്. അല്ലാഹു തആല പറഞ്ഞതുപോലെ ഇന്നഹു മയുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്നഹ വമഅവാഹു അന്നാർ വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. ആരാണോ ഷിർക്ക് ചെയ്യുന്നത് അവൻ അല്ലാഹു തആല സ്വർഗ്ഗത്തെ നിഷിദ്ധമാക്കിയിരിക്കുന്നു, അവന്റെ സങ്കേതം നരകത്തിലായിരിക്കും, അക്രമികൾക്ക് യാതൊരു സഹായവും അവിടെ കണ്ടെത്താൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ ഷിർക്കുൻ അക്ബറാണിത് എന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു അല്ല, അങ്ങനെയല്ല, മറിച്ച് ഈ ഷിർക്ക് അത് ഷിർക്കുൻ അസ്ഗറും ഉൾപ്പെടും. കാരണം ഭാഷാപരമായി പറഞ്ഞാൽ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷിർക്ക് എന്നാണ്. അത് അറബി ഭാഷാ നിയമപ്രകാരം അതൊരു നക്കിറ എന്ന് പറയും, നമ്മൾ അലിഫ് ലാം ഇല്ലാതെ പറയുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവൻ ഷിർക്കുകളും അതിൽ ഉൾപ്പെട്ടു. ചെറുതും വലുത് എന്നുള്ള വ്യത്യാസമൊന്നും അതിലില്ല. അത് നഫീന്റെ സ്ഥാനത്ത്, നിഷേധിക്കുന്ന സ്ഥാനത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവൻ ഉൾപ്പെട്ടു. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക, ഇന്നല്ലാഹ ലാ യഗ്ഫിറു ശിർകൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷിർക്ക് പുറത്തു തരികയില്ല എന്നാണ്. അതുകൊണ്ട് വളരെ ഗൗരവമുള്ള കാര്യമാണ്, വളരെ ഗൗരവമുള്ള കാര്യമാണ് ആ ചെറിയ ഷിർക്ക് നമ്മിൽ ഉണ്ടാകുക എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ മരണപ്പെട്ടു പോയാലും ഗൗരവമാണ്, ജീവിച്ചിരിക്കുന്ന സമയത്തും ഗൗരവമാണ്. കാരണം ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെയുള്ള ഷിർക്കിലാണ് നമ്മൾ ഓരോ പ്രവർത്തനവും ചെയ്യുന്നുണ്ട് എങ്കിൽ ആ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്യാത്തതുപോലെയാണ്, ബാത്തിലായി പോകും. നിസ്കാരത്തിൽ എല്ലാ നിസ്കാരവും ആളുകളെ കാണിക്കാൻ വേണ്ടി ഒരു നിസ്കരിച്ചാലോ ഒരു നിസ്കാരം അള്ളാഹുവിൻ്റെ അടുക്കൽ രേഖയിലുണ്ടാവുകയില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ രേഖയിലുണ്ടാവുകയില്ല. നമ്മൾ കൊടുക്കുന്നതൊക്കെ സക്കാത്താകട്ടെ, സദഖകളാകട്ടെ, ആളുകളെ കാണിക്കാനുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ അള്ളാഹു തആല പറഞ്ഞതുപോലെ വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ, അവർ ഭൂമിയിൽ വെച്ച് ചെയ്ത പ്രവർത്തനങ്ങൾക്ക് നേരെ നാം തിരിയും. വജഅൽനാഹു ഹബാഅൻ മൻസൂറ, ചിതറിയ ധൂളികൾ പോലെ, ഒന്നുമില്ലാതെ കാറ്റിൽ പറക്കുന്ന നേരിയ ചിതറിയ ധൂളികൾ പോലെ അതായിത്തീരും. കാരണം ഇഖ്ലാസ് ഇല്ലാത്തത് കൊണ്ടാണ്, റിയാ ഉള്ളത് കൊണ്ടാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്. ഷിർക്ക് സംഭവിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് അമലുകൾ സ്വീകരിക്കാൻ ചെറുതും വലുതുമായ ഷിർക്കിൽ നമ്മൾ രക്ഷപ്പെടണം, എന്നാലും അമൽ സ്വീകരിക്കുകയുള്ളൂ. അമലിന്റെ ഷർത്തിൽപ്പെട്ടതാണ് ഇഖ്ലാസ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ചെറുതും വലുതുമായ ഷിർക്കിൽ നമ്മൾ രക്ഷപ്പെടണം. ഇപ്പൊ നിസ്കാരത്തിലൊക്കെ നമുക്ക് അങ്ങനെ ഉണ്ടായാൽ പണ്ഡിതന്മാർ പറയുന്നു ഉടനെ തന്നെ നമ്മൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അതിനോട് നമ്മൾ ദിഫാ ചെയ്ത് ചെറുത്തു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. നമ്മളത് തുടർന്നു പോകാൻ പാടില്ല. ചിലപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു ചിന്ത വന്നു, ഒരാൾ വരുമ്പോൾ നന്നാക്കുക, പക്ഷെ ഉടനെ നമുക്ക് ആ ചിന്ത വന്നാൽ നമ്മൾ അതിൽ നിന്ന് മാറ്റി ഈ നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി നമ്മൾ ചിന്തിക്കുക. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി, നമ്മൾ ആരെയാണോ കാണിക്കുന്നത് അവർ ദുനിയാവിലൊന്നും നമുക്ക് തരുന്നില്ല, ആഖിറത്തിൽ നമ്മൾ പാപ്പരാവുകയും ചെയ്യും. നമ്മൾ നന്നായി നിസ്കരിച്ചിട്ട് ദുനിയാവിൽ ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും കൊണ്ട് തരുമോ? ഒരു ഭൗതികമായ ലാഭം പോലും ഇല്ല. അത്രയും ഷിർക്ക്, എല്ലാ ഷിർക്കും അർത്ഥശൂന്യമായ കാര്യമാണ്. ഷിർക്ക് എന്ന് പറയുന്നത് അത് ഏറ്റവും ഗൗരവമുള്ള പാപമായ പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യമാണ്. ഷിർക്കിനൊരു ശഹ്വത്തും ഇല്ല, ഒരു ദേഹേച്ഛയില്ല. മറ്റ് തിന്മകളെ പോലെ വ്യഭിചാരത്തിന് ദേഹേച്ഛകളുണ്ട്, പലിശക്ക് ദേഹേച്ഛകളുണ്ട്, മോഷണത്തിന് ദേഹേച്ഛകളുണ്ട്, സാമ്പത്തികമായ ലാഭം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ കിട്ടും. പക്ഷെ ഷിർക്കിനൊരു ദേഹേച്ഛയില്ല. എന്തിനാണ് ഷിർക്ക് ചെയ്യുന്നത്? ഷിർക്ക് ചെയ്യാൻ വേണ്ടി ദേഹം പ്രേരിപ്പിക്കുകയേ ചെയ്യുകയില്ല. ഷിർക്ക് വൻ പാപമാകാൻ, ഗൗരവമുള്ള തിന്മയാകാനുള്ള ഒരു കാരണമായി പണ്ഡിതന്മാർ പറഞ്ഞത് അതാണ്. ഷിർക്കിന് ഒരു ദേഹേച്ഛയും അല്ലാഹു തആല ഖൽബിൽ വെച്ചു കൊടുത്തിട്ടില്ല, എന്നിട്ടും അവൻ ചെയ്യുകയാണ്. അപ്പൊ ഈ പറയുന്ന കാര്യം അങ്ങനെ തന്നെ. ആളുകൾ കണ്ടിട്ട് എന്താണ് നമുക്ക് കിട്ടാനുള്ളത്? ആളുകൾ നമ്മളെ കണ്ട് പുകഴ്ത്തി എന്ത് നമുക്ക് ലഭിക്കും? ഒന്നും ലഭിക്കുകയില്ല. നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ അത് ചെറുത്തു നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ആളുകൾ കണ്ട് ഞാൻ കൊടുത്തിട്ട് ഇത് ദുനിയാവിലും എനിക്ക് നഷ്ടം, ആഖിറത്തിലും നഷ്ടം അല്ലെ? അങ്ങനെയുള്ള ആളുകളെ അല്ലാഹു തആല വഷളാക്കി കളയും. അല്ലാഹു സുബ്ഹാനഹു വ തആല താൽക്കാലികമായി ആരെങ്കിലുമൊക്കെ പുകഴ്ത്തി പറഞ്ഞാലും അല്ലാഹു പിന്നീട് അവരുടെ യശസ് ഉയർത്തുകയില്ല. കാരണം ഇഖ്ലാസുള്ള പ്രവർത്തനങ്ങളെ നിലനിൽക്കുകയുള്ളൂ. ഇഖ്ലാസ് ഇല്ലാതായി പോയ പ്രവർത്തനങ്ങളൊക്കെ അത് മണ്ണോടടിയും. അല്ലാഹു തആല അത് ഉയർത്തുകയില്ല. അപ്പൊ ഏത് നിലക്കും നമുക്ക് നഷ്ടമാണ്. നമ്മൾ
ഇഖ്ലാസ് ഇല്ലാതെ പ്രവർത്തിച്ചാൽ നിസ്കാരം നഷ്ടപ്പെടും, നോമ്പ് നഷ്ടപ്പെടും, സക്കാത്ത് നഷ്ടപ്പെടും, സ്വതക്കകൾ മുഴുവൻ നഷ്ടപ്പെടും. അതുകൊണ്ട് അത് ചിന്തിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ അമലുകളെ അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹുവിന് മാത്രമേ ഇതറിയാൻ സാധിക്കുകയുള്ളൂ, അള്ളാഹുവിന് മാത്രമേ ഇതിന് പ്രതിഫലം നൽകാൻ സാധിക്കുകയുള്ളൂ. അവനിൽ എന്തെങ്കിലും രൂപത്തിലുള്ള പങ്ക് ചേർത്ത് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചിരിക്കുന്നു, അന അഗ്ന ശുറകാഇ അനി ശിർക്ക്, എന്നിൽ പങ്കു ചേർക്കുന്ന കാര്യങ്ങളിൽ നിന്നും ഞാൻ ധന്യനാണ്. മൻ അമില അമലൻ അശ്റക ഫീഹി മഇ ഗൈരി തറക്തുഹു വശിർക, ആരെങ്കിലും എനിക്കും അതോടൊപ്പം മറ്റൊരാൾക്കും വേണ്ടി അമലുകൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അവൻ്റെയും അവൻ്റെ ശിർക്കിനെയും ഉപേക്ഷിച്ചിരിക്കുന്നു. നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് മാത്രം ചെയ്താൽ മതി, എന്നോടൊപ്പം മറ്റൊരാളെ ഉദ്ദേശിച്ച് മറ്റൊരാളുടെ പ്രശംസ പിടിച്ചു പറ്റാൻ, മറ്റൊരാളുടെ പുകഴ്ത്തലുകൾ പിടിച്ചു പറ്റാൻ അങ്ങനെ ചെയ്യേണ്ടതില്ല. ഞാനത് ഉപേക്ഷിച്ച് കളയും, ഒഴിവാക്കി കളയും, സ്വീകരിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഖുദ്സിയായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ വജ് ഉദ്ദേശിച്ച് നാളെ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് ഉദ്ദേശിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഒരു ഓഹരിയും അള്ളാഹു ഒരാൾക്കും നൽകാത്ത രൂപത്തിൽ എല്ലാ രൂപത്തിലുള്ള ശിർക്കിൽ നിന്നും രക്ഷപ്പെട്ട് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.